मौला दिल का जंग छुड़ा कल्बे आसिफा जिला दिल को कर दे आईना जिसमें चमके ये कलमा ला इलाहा इल्लल्लाह 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 जाए दर जन्नत के ഇസ്ലാമിക സാഹിത്യരംഗത്ത് വ്യക്തമായ കയ്യൊപ്പ് ചാർത്തി പ്രസാധന രംഗത്ത് മുന്നേറ്റത്തിന്റെ പുതിയ ചുവടുകളുമായി ബദർ പബ്ലിക്കേഷൻസ്. ഇസ്ലാമിക സംസ്കാരവും ചരിത്ര സ്മൃതിയും ഉറങ്ങിക്കിടക്കുന്ന മക്കയിലേക്ക് ബദർ ഉംറ ഗ്രൂപ്പ്. ബിസിനസ് രംഗത്ത് കാലിക കാഴ്ചപ്പാടുകളുമായി ബദർ പബ്ലിക്കേഷൻസ്, കോഴിക്കോട് 4. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കുക BadarPublications.com. ബന്ധപ്പെടുക സുന്നി കൈരളിയുടെ മനസ്സറിഞ്ഞവർ, ബദർ പബ്ലിക്കേഷൻസ്, മർക്കസ് കോംപ്ലക്സ് അനെക്സ്, കോഴിക്കോട് 4. ഫോൺ 04952723 439, 9249946233, 9048128414. ഞങ്ങളുടെ ഓൺലൈൻ വിലാസം www.badar313.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു നുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. بسم الله الرحمن الرحيم. وقل جاء الحق وزهق الباطل إن الباطل كان زهوقا. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. إذا أضل أحدكم شيئا أو أراد أحدكم معنا وهو بأرض ليس بها أنيس فليقل يا عباد الله أعينوني فإن لله عبادا لا نراهم شفيعنا وحبيبنا محمد رسول الله. يا سيدي يا رسول الله خذ بيدي ما لي سواك بلا قلبي على أحدي يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا وشفيعنا محمد. ആദരണീയരായ സാദാത്യങ്ങൾ, പണ്ഡിതന്മാർ, നേതാക്കൾ, പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ, ഞങ്ങളുടെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ
മഹത്തായ അനുഗ്രഹം കൊണ്ട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കമുള്ള സർവ അമ്പിയാക്കളും പഠിപ്പിച്ച വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാനും കേൾക്കാനും വേണ്ടിയാണ് നാം ഇവിടെ ഒത്തുകൂടിയത്. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തമുള്ള മദദുള്ള സദസ്സായി അല്ലാഹു ഈ സദസ്സിനെ സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ പരിപാടിയുടെ ലക്ഷ്യവും മാർഗവുമൊക്കെ നേരത്തെ ഇവിടെ പ്രഭാഷണം നടത്തിയ ഫൈസി ഉസ്താദ് അവറുകളും മറ്റു ഉസ്താദുമാരെല്ലാം ഇവിടെ ഓർമ്മപ്പെടുത്തി. അൽഹംദുലില്ലാഹ്, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെല്ലാം വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ഈ സദസ്. കാരണം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ ലോക രാഷ്ട്രങ്ങളിലടക്കം എല്ലാ മേഖലകളിലും നബിദിനാഘോഷം നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് എല്ലാവർക്കും അറിയുന്ന ഒരു സത്യമാണ്. അത് അനിസ്ലാമികമാണ്, നബിദിനം ആഘോഷിക്കാൻ പാടില്ല എന്ന പ്രമാണവുമായി മുജാഹിദുകൾ വരുമെന്ന പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. സാധാരണ മുഖാമുഖമല്ല. നബിദിനം അനിസ്ലാമികമാണെന്ന് തെളിയിച്ചാൽ ദുനിയാവിൽ നിന്ന് തന്നെ ഒരു വീട് കൊടുക്കാനാണ് നമ്മുടെ കുഞ്ഞുട്ടി ഹാജി തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടെ മുജാഹിദുകൾക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം. നേരത്തെ സ്വാഗതം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വകയിൽ ഒരു സ്വാഗതവും. കാരണം നമ്മൾ പറയാത്തത് കൊണ്ട് വരാൻ പാടില്ല. അൽഹംദുലില്ലാഹ്, ഒരു കാര്യം മനസ്സിലായി, ഏത് സാധാരണക്കാരനും സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം അത്രയും വ്യക്തമാണെന്ന് മനസ്സിലായ ഒരു സന്ദർഭമാണ്. വല്ലപ്പുഴക്കാരെ സംബന്ധിച്ചിടത്തോളം വാദപ്രതിവാദവും വ്യവസ്ഥയൊന്നും ഒരു പുതിയ സംഭവമൊന്നുമല്ല. അത് ഏതെങ്കിലും ഒരാൾ അങ്ങനെ ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. മുജാഹിദുകളോട് പ്രത്യേകിച്ചും നമുക്ക് പറയാനുള്ളത്. അപ്പോ സഹോദരങ്ങളെ, വാദപ്രതിവാദവും മുഖാമുഖി അതിന്റെ വഴിക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ പ്രകാശനം ചെയ്ത CD കഴിഞ്ഞയാഴ്ച ഈ പറഞ്ഞ ആളുകളോട് നടന്ന വാദപ്രതിവാദത്തിന്റെ CD-യാണ്. നിങ്ങളെല്ലാവരും അതിന്റെ ഒരു കോപ്പി മുജാഹിദുകൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണം. ഇൻഷാ അല്ലാഹ് അതിന്റെ 1-2 ഭാഗങ്ങൾ ഞാൻ ഇവിടെ കാണിക്കാം. ഞാൻ പറയുന്നത്, ഞങ്ങള് ഏതാനും റബീഉൽ അവ്വൽ മാസമായപ്പോൾ തന്നെ ഞാനും എൻ്റെ സുഹൃത്ത് മുഹമ്മദ് രാമന്തളിയും പലപ്പോഴും ഫേസ്ബുക്കിലൂടെ ഇങ്ങനെ അതിന്റെ കാര്യങ്ങൾ എല്ലാം നിരീക്ഷിക്കുന്ന കൂട്ടത്തിൽ അതും ഞങ്ങൾ നിരീക്ഷിക്കാറുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ കുഞ്ഞുട്ടി ഹാജിയുടെ ഫ്ലക്സ് ഞങ്ങൾ അന്നേ കണ്ടിരുന്നു. ഞങ്ങൾ വളരെയേറെ സന്തോഷിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഒരു സാധാരണക്കാരനായ ഒരു സഹോദരൻ ഈ വിഷയത്തിൽ നമ്മുടെ ഉറപ്പും യഖീനും വ്യക്തമാണെന്ന് ലോകത്തിനു മുമ്പിൽ സമർപ്പിക്കുകയായിരുന്നു ആ വെല്ലുവിളിയിലൂടെ. ഇപ്പോൾ പഴയകാലം പോലെയല്ല. ഇവിടെ വല്ലപ്പുഴയിൽ ഒരു ബോർഡ് തൂങ്ങിയാൽ അത് ലോകം മുഴുവനും തത്സമയം തന്നെ എത്താനും കാണാനും അറിയാനുമുള്ള സംവിധാനം ഉണ്ടായതുകൊണ്ട് ലോകം മുഴുവനും ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. അതുകൊണ്ട് മുജാഹിദുകളോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, നിങ്ങൾ ഇവിടെ സാധാരണ മുഖാം പോലെയല്ല, നിങ്ങൾ പ്രമാണവുമായി വരേണ്ട മുഖാമുഖമാണ്. അതുകൊണ്ട് തന്നെ പ്രമാണവുമായി നിങ്ങൾ വന്നാൽ ഇൻഷാ അല്ലാഹ് ഈ സ്റ്റേജിൽ വെച്ച് തന്നെ ആ വീടിന്റെ ആധാരം നിങ്ങളെ ഏൽപ്പിക്കുന്നതാണ് എന്ന് ഈ സമയത്ത് ഞങ്ങൾ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് ഒരു മുജാഹിദും ഭയപ്പെടേണ്ടതില്ല. ഞങ്ങളുടെ കൂട്ടുകാരൻ അല്ലെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ ഇവിടെ പറഞ്ഞ കാര്യം അത് നബിദിനം അനിസ്ലാമികമാണെന്ന് തെളിയിക്കാൻ ധൈര്യമുള്ള ആളുകൾക്ക് അദ്ദേഹം തന്നെ മുൻകൈയെടുത്ത് വെച്ച പ്രത്യേക സദസ്സാണിത്. അതുകൊണ്ട് ഒരാൾ വെല്ലുവിളിക്കുമ്പോ അയാളാണല്ലോ തീരുമാനിക്കേണ്ടത് ഏത് രൂപത്തിൽ ഇത് കൊണ്ടുപോകണം.
ഞാൻ വെല്ലുവിളിക്കുക, എന്നിട്ട് വേറൊരാൾ വന്നിട്ട് നിങ്ങളെ പറഞ്ഞതുപോലെയല്ല ഞാൻ പറഞ്ഞതുപോലെ ചെയ്യണം എന്നതല്ല ശരി. നമ്മുടെ വെല്ലുവിളി എന്താണ് അതെല്ലാവരും മനസ്സിലാക്കുക. അത് കുഞ്ഞുട്ടിയാജിയാണ് വെല്ലുവിളിച്ചതെങ്കിലും അദ്ദേഹം സുന്നി പ്രസ്ഥാനത്തിന് വേണ്ടി വെല്ലുവിളിച്ചതാണ്. അതുകൊണ്ട് അത് ഞങ്ങൾ ഏറ്റെടുത്തു, ഞങ്ങൾ എല്ലാവരും ഏറ്റെടുത്തു. അതുകൊണ്ട് തന്നെ വളരെ ധൈര്യത്തോടെ ഞങ്ങൾ പറയുന്നു, മഹാനായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനാഘോഷം ഇസ്ലാമികമല്ല, അനിസ്ലാമികമാണ് എന്ന് പ്രമാണം കൊണ്ട് തെളിയിക്കുന്ന ആർക്കും ആ പറഞ്ഞ ഓഫർ നൽകും. ആർക്കും കടന്നു വരാം, പ്രമാണവുമായി ഇങ്ങോട്ട് വന്നാൽ മതി. അതാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് ഞങ്ങൾ പ്രത്യേകമായി ഇവിടെ ഓർമ്മപ്പെടുത്തും. മുജാഹിദുകൾക്കറിയാം പ്രമാണം അവരുടെ കയ്യിലില്ല, പ്രമാണം അവരുടെ കയ്യിലില്ല എന്ന് മുജാഹിദുകൾക്കറിയാം. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും സുതാര്യമായി അവരെ വിളിച്ചപ്പോ അവരെ നോട്ടീസ് ഒട്ടിക്കുകയാണ്. എന്ത്? ഞങ്ങൾ സംവാദത്തിനാണുള്ളത്, ഞങ്ങൾ മുഖാമുഖത്തിനില്ല. സംവാദത്തിന് വിളിച്ച അപ്പൊ പറയും ഞങ്ങൾ സംവാദത്തിനില്ല, ഞങ്ങൾ മുഖാമുഖത്തിനാണുള്ളത്. അത് ഇവരുടെ പഴയകാല ഒരു സ്വഭാവമാണ്, എപ്പോഴും അങ്ങനെയാണ്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ വല്ലപ്പുഴയിൽ തന്നെ പലപ്പോഴും നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട്. ആദ്യം ഒരു വ്യവസ്ഥ നടന്നു. ഇവിടെ നമ്മുടെ സഹോദരങ്ങൾ മുസ്ലിം ഐക്യവേദിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ചർച്ച, ആ ചർച്ചയിലും നമ്മൾ ഊന്നിപ്പറഞ്ഞ വിഷയം അന്ന് പിന്നെ മൗലിദുകളായിരുന്നു വിഷയം. ഞങ്ങളുടെ മൗലിദുകൾ ഞങ്ങൾ പറയുന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ കൃത്യമായി 5 മൗലിദ് പിന്നെ 5 അങ്ങനെ ആ രൂപത്തിൽ നമുക്ക് സംവദിക്കാമെന്ന് ഇവരോട് അറിയിച്ചെങ്കിലും അന്ന് അവർ തയ്യാറായി, പല സ്ഥലത്തും തയ്യാറായി. അക്കൂട്ടത്തിൽ വല്ലപ്പുഴയിൽ നിന്ന് മുങ്ങി. അങ്ങനെയാണ് കുറെ കാലം കഴിഞ്ഞപ്പോ രണ്ടാമതൊന്നുകൂടി ഇവര് വന്നിട്ട് ഇനി വേറൊരു വാദപ്രതിവാദത്തിനുണ്ടോ എന്ന് വെല്ലുവിളിച്ചു. അപ്പോ ഞങ്ങൾ വീണ്ടും വന്നു. അലവി സഖാഫി ഉസ്താദൊക്കെ ഉണ്ടായിരുന്നു ആദ്യം വന്നപ്പോ. പിന്നെ നമ്മൾ മനസ്സിലാക്കി ഉസ്താദിനെ വെറുതെ ഇതിന് ബുദ്ധിമുട്ടാക്കേണ്ടതില്ല, കുട്ടികൾ തന്നെ മതി എന്ന് മനസ്സിലാക്കി. അങ്ങനെ ഞങ്ങൾ രണ്ടാമത് പിന്നെയും വന്നപ്പോ മൗലവിമാരോട് നമ്മൾ ചോദിച്ചു, എന്നാ പിന്നെ ഒന്നാമത്തെ വ്യവസ്ഥയിൽ നിങ്ങൾ ഏതാനും വന്നില്ല, ഇനി രണ്ടാമത് നമ്മൾ ഇരുന്നപ്പോഴെങ്കിലും നമുക്ക് ഇരുന്നുകൂടെ എന്ന് ചോദിച്ചു. അപ്പൊ ഇവര് പറഞ്ഞു സിറാജുദ്ദീൻ ഫൈസിയെ തന്നെ ഞങ്ങൾക്ക് വേണം, വേറെ ആരും വാദപ്രതിവാദത്തിൽ വരാൻ പറയാൻ പാടില്ല. അപ്പൊ നമ്മൾ ആദ്യം ചോദിച്ചു അതെന്തിനാണ് അങ്ങനെ, ഇന്ന ഉസ്താദ് തന്നെ വേണം എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ, ആര് വന്നാൽ എന്താ ഫൈസി ഉസ്താദ് തന്നെ ചിലപ്പോ വരിക, ഇന്ന ആള് എന്ന് പറയേണ്ട ആവശ്യമില്ല, ഞങ്ങളെ സംഘടനയും നിങ്ങളെ സംഘടനയും. അത് നമ്മൾ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അപ്പൊ പറഞ്ഞു അല്ല, ഞങ്ങൾക്ക് ഫൈസി ഉസ്താദിനെ കിട്ടിയാലേ മതിയാവും. ഉസ്താദ് പറഞ്ഞു ഞാൻ റെഡി, നിങ്ങൾ വന്നോ ഞാൻ റെഡി എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ വലിയ വെല്ലുവിളിച്ച് കുടുങ്ങിപ്പോയപ്പോ ഏതോ ഒരു ചങ്ങാതി ഏറ്റെടുത്തപ്പോ വാദപ്രതിവാദം നടക്കുമെന്ന് ഉറപ്പായി. ഈ വല്ലപ്പോഴും നടന്ന സംഭവമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഉറപ്പായപ്പോ മൗലവി പറഞ്ഞു ഞങ്ങൾ സംവാദത്തിന് ഞങ്ങളില്ല, ഞങ്ങൾ മുഖാമുഖത്തിനാണ്. നിങ്ങൾ വെക്കുക, ഞങ്ങൾ ചോദ്യം ചോദിക്കും, നിങ്ങൾ മറുപടി വരും, ഇങ്ങോട്ട് ചോദ്യം പാടില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ഈ ഭക്ഷണം കഴിക്കുന്ന മുഴുവൻ ജനങ്ങളും അറിയണം, മനസ്സിലാക്കണം ഇവരുടെ തട്ടിപ്പ്. വാദപ്രതിവാദത്തിന് നേരെ മുന്നിൽ നിന്ന് വെല്ലുവിളിച്ചപ്പോ അന്ന് പറഞ്ഞതാ വാദപ്രതിവാദത്തിന് തയ്യാറാണെന്ന് ആ സഹോദരൻ പറഞ്ഞു. ഏത്? നമ്മളെ വല്ലപ്പുഴയിലെ സിറാജുദ്ദീൻ ഫൈസി ഉസ്താദ് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടപ്പോ അങ്ങോട്ടൊരാളെ ആവശ്യപ്പെട്ടു. അപ്പോ സംവാദത്തിന് തയ്യാറാണെന്ന് അയാൾ അറിയിച്ചെങ്കിലും നേതാക്കൾ സമ്മതിച്ചില്ല. അങ്ങനെ വാദപ്രതിവാദത്തിന് നിങ്ങളെ മുന്നിൽ വെച്ച് ഞങ്ങൾ വെല്ലുവിളിച്ചപ്പോ ഊരിക്കളഞ്ഞവരാണ് നിങ്ങൾ. എന്നിട്ട് ഇപ്പൊ നിങ്ങൾ വന്നിട്ട് വാദപ്രതിവാദത്തിനുണ്ടോ? വാദപ്രതിവാദത്തിന് ഞങ്ങൾ 10,000 കുതിരശക്തിയോടെ തയ്യാറാണ്. ആ പേടിപ്പിക്കൽ ഞങ്ങളോട് വേണ്ട. പക്ഷേ കുഞ്ഞുട്ടിയാജി ഒരു വെല്ലുവിളി നടത്തിയിട്ടുണ്ട്. കുഞ്ഞുട്ടിയാജി എന്താ പറഞ്ഞാൽ ഞാൻ വെല്ലുവിളി വാദപ്രതിവാദം തയ്യാറാണ്. വാദപ്രതിവാദം അത് സംഘടനയും തമ്മിൽ നടക്കും. അദ്ദേഹം പറഞ്ഞത് നബിദിനാഘോഷം പ്രമാണ വിരുദ്ധമാണെന്ന് തെളിയിക്കുന്ന വല്ല തെളിവും നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം, ഞാനത് തരുന്നതാണ്. അതിനാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവരുടെ തനിനിറം വ്യക്തമാകാൻ ഈ വല്ലപ്പുഴയിൽ തന്നെ നടന്ന രണ്ടാമത്തെ വ്യവസ്ഥയുടെ CD-യിൽ നിന്ന് ഒരു ഭാഗം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു. നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. വല്ലപ്പുഴയിൽ വെച്ച് തന്നെ നടന്നതാണ്. ഒന്നാമത് ഇൻഷാ അല്ലാഹ് ചോദ്യം വന്നാൽ ഞാൻ അനുസരിച്ച് പറയും. രണ്ടാമത് പിന്നെയും നടന്ന വാദപ്രതിവാദത്തിന്റെ വ്യവസ്ഥ. അതാ ഞാൻ പറഞ്ഞു, വല്ലപ്പുഴയിൽ വന്നിട്ട് വാദപ്രതിവാദത്തിന്റെ വ്യവസ്ഥ കൊണ്ടുവന്നിരിക്കുന്ന പൊട്ടത്തരാ.
നിങ്ങൾ വേറെ തമിഴ്നാട്ടിൽ എവിടെയെങ്കിലും പോയി ചോദിച്ചോ, അവിടെ പിന്നെ ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇവിടെ ഞങ്ങൾ വരുന്നതും കൃത്യമായി പ്രസംഗിക്കുന്നതും വല്ല സിറാജുൽ ഫൈസ് എപ്പോഴും ഇതിനു വേണ്ടി ഓടി നടക്കുന്ന പ്രവർത്തകരുള്ള സ്ഥലമായത്. അതുകൊണ്ട് നിങ്ങൾ അറിയണം. ഒന്നുകൂടി ഞാൻ പറയാ, വല്ലപ്പുഴയിലെ രണ്ടാമത്തെ വ്യവസ്ഥ ഇവിടെ നടന്നു, ഒന്നാമത്തെ വ്യവസ്ഥയ്ക്ക് ശേഷം വീണ്ടും നടന്നു. ഇന്ന് വരെ നിങ്ങൾ അതിന്റെ CD പുറത്തിറക്കിയിട്ടുണ്ടോ? എന്താ മുനീർ മദനി അന്ന് പറഞ്ഞത്? മുനീർ മദനി 2-ാം വർഷത്തിൽ പറഞ്ഞ അഹ്സനി ഈ വാദപ്രതിവാദത്തിന്റെ CD ലോകം കാണും. ലോകം പോയിട്ട് ഇങ്ങളെന്നെ കണ്ടിട്ടുണ്ടോ? ഒന്നരെ ഞങ്ങൾ പിറ്റേ ദിവസം ഇറക്കിയത് രണ്ട് വ്യവസ്ഥയുടെ CD ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങളെ മുന്നിൽ വരുന്നത്. എന്നിട്ട് എന്താ ഉണ്ടായതെന്ന് അറിയോ നിങ്ങൾക്ക്? സഹോദരന്മാരെ, അന്ന് മുങ്ങി വാദപ്രതിവാദത്തിന് വന്നില്ല, വ്യവസ്ഥക്ക് നേരെ സംസാരിച്ചപ്പോൾ അതിലില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. ഇന്ന് വരെ നിങ്ങൾ അതിന്റെ CD പുറത്തിറക്കിയിട്ടില്ലെന്ന് മാത്രമല്ല, ഒന്നുകൂടി ഞാൻ പറയാം, വല്ലപ്പുഴയിലെ മുജാഹിദ് സലഫി സെന്റർ നടത്തുന്ന സാധനങ്ങളുണ്ടല്ലോ, നിങ്ങൾ അന്ന് കൊണ്ടുവന്ന മൗലവിമാരെ പേരുകളൊന്ന് പറയും. ആരൊക്കെയായിരുന്നു? മുനീർ മദനി അല്ലേ? അപ്പുറത്തേർന്നിന്റെ ആളാരാ? അബ്ദുള്ള സുല്ലമി. അപ്പുറത്താരായിരുന്നു? നബീൽ മാസ്. ഇതിൽ എത്ര ആളെന്ന് മുശ്രിക്കാകാതെ ബാക്കി നിൽക്കുന്നുണ്ട്? അതുകൂടി ഞങ്ങൾക്കൊന്ന് അറിയേണ്ടതുണ്ട് എന്ന് ഞാൻ കൂട്ടത്തിൽ പറയാം. കാരണം വല്ലപ്പുഴയിൽ കൊണ്ടുവന്ന ആ സാധനങ്ങളൊക്കെ അടിച്ചു പിരിഞ്ഞ് മുനീർ മദനി വേറൊരു ഗ്രൂപ്പിലായി, മറ്റെല്ലാം വേറെ ഗ്രൂപ്പിലായി. മുനീർ മദനിയോട് ഫോൺ ചെയ്ത് ചോദിച്ചോ, സക്കരിയ എവിടെയാണ്? ആൾക്ക് അടുത്ത മുശ്രിക്കാന്നാന്ന് മറുപടി പറയാ. അത് മനസ്സിലാക്കണം. നിങ്ങൾ തന്നെ തമ്മിൽ തല്ലി പിരിഞ്ഞ് അന്ധശ്വാസം വലിക്കുമ്പോ അങ്ങനെ ഉണ്ടല്ലോ, രണ്ടാള് തമ്മിൽ തല്ലുകൂടി, അങ്ങനെ ഒരാൾ താഴെ വീഴും, മറ്റേയാള് നെഞ്ചത്ത് കയറി ഇരിക്കുക. അപ്പൊ താഴെയുള്ളവൻ പറയാ എനിന്നേറ്റ് തല്ലാനുണ്ടോ, ഓന്റെ കഥ കഴിയാൻ പോവാണ് എന്ന് പറഞ്ഞ പോലെ നിങ്ങളെ കാറ്റ് പോകാനിരിക്കാൻ ആ സമയത്ത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ പറയട്ടെ, വാദപ്രതിവാദത്തിന്റെ വ്യവസ്ഥ ആ വഴിക്ക് നടക്കും, കുഞ്ഞുട്ടിയാജിയുടെ വെല്ലുവിളി ആ വഴിക്കും നടക്കും. രണ്ടിനും ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളെ ജീവിതം ഞങ്ങൾ അതിന് സമർപ്പിച്ചതാ. ആൺകുട്ടികളുണ്ടെങ്കിൽ ഞങ്ങൾ അവരെ സ്വാഗതം ചെയ്യുകയാ. ആ കളി ഞങ്ങളോട് നടക്കൂല, ഞങ്ങൾ വേറെ ആരെയും പോയി കളിച്ചോ. കണ്ടോ, ഇവിടെ നടന്ന ഒരു വീട്ടിൽ വെച്ച് നടന്ന വാദപ്രതിവാദത്തിന്റെ വ്യവസ്ഥ വല്ലപ്പുഴയിൽ രണ്ടാമത്തെ വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെടുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം. ഞങ്ങൾ പറയുന്ന ഭാഗവും ഓരോ വാക്കും ശ്രദ്ധിച്ചോളൂ. വാദപ്രതിവാദം എന്ന് പറഞ്ഞപ്പോ അല്ല, ഇത് ചോദ്യോത്തരം മാത്രം എന്നാണെന്ന് പറഞ്ഞത് കേട്ടോളൂ. ആ വാദപ്രതിവാദത്തിന്റെ വ്യവസ്ഥയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എഴുത്തിൽ പറഞ്ഞതുപോലെ ഒരു സംവാദത്തിന് നിങ്ങൾ തയ്യാറല്ലെങ്കിൽ അത് പറഞ്ഞോളി. തയ്യാറല്ല, ഞങ്ങൾ സംശയ നിവാരണത്തിനുള്ള. അപ്പൊ നമുക്ക് നോക്കാം. സംശയ നിവാരണത്തിന് ഞങ്ങൾ വേദി ഒരുക്കി തരാൻ നിങ്ങൾ എപ്പോഴോ പറഞ്ഞതാണ്. ഞങ്ങൾ ഇന്ന് ഒരുക്കലുണ്ട്, ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ സംവാദ വ്യവസ്ഥക്ക് ഞങ്ങളെ കത്തിൽ തന്നെ ആവശ്യപ്പെട്ടതാണ്. ഇനി അത് നീട്ടിയൊന്നും പറയുന്നില്ല. നിങ്ങൾ ആളെ നിർദ്ദേശിച്ച് ഇന്ന ആളെന്നെ വേണമെന്ന് വ്യവസ്ഥയിൽ വാശി പിടിച്ച സ്ഥിതിക്ക് വിഡ്ഢിത്തം മാത്രം പറയുന്ന അബ്ദുള്ള സുല്ലമി പോലും വാശി പിടിച്ചു. ആ രൂപത്തിൽ എന്തായാലും ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾ നിർദ്ദേശിച്ച ആൾക്ക് കിതാബ് തിരിയുന്ന ഒരാളെ, ഞങ്ങൾ നിർദ്ദേശിക്കുന്ന ഒരാളെ എന്തായാലും നിങ്ങൾ തയ്യാറാക്കി റെഡിയാണെങ്കിൽ എന്താ നിങ്ങൾക്ക് പേടി? അപ്പൊ ഫൈസയല്ല, ഫൈസ റെഡിയാണെന്നാ പറയുന്നത്. ധൈര്യം ചോർന്നു പോകുന്ന ആർക്കാന്നറിയോ? എഴുതിയോൽക്ക. അതുകൊണ്ടാണല്ലോ നിങ്ങൾ എന്ത് ചെയ്യുന്നത്? സ്വന്തം ചോർന്നു പോകുന്നത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എഴുതിയതാണ്. നിങ്ങൾ അനുഭവം പിൻവലിക്കുമെന്ന് അറിഞ്ഞുകൂടാ. പണ്ട് പാലത്ത് പിൻവലിച്ചാണല്ലോ അനുഭവം. അപ്പൊ അതിരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് ഞങ്ങളുടെ നിലപാട് വ്യക്തമാണ്. നിങ്ങൾ ആളെ നിർദ്ദേശിക്കും, ഫൈസ തന്നെ വേണമെന്ന് പറഞ്ഞ ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ നിർദ്ദേശിച്ച ആൾ വേണം. നാസർ മാഷായിക്കോട്ടെ, ഞങ്ങൾ ഉദ്ദേശിക്കാണ്. അയാൾ വരട്ടെ, അയാള് ചോദിക്കാണ്, അയാളൊന്ന് പറയട്ടെ. തയ്യാറാണെന്ന് ഫൈസി പറഞ്ഞുള്ള തയ്യാറാണ്. എന്താ അയാൾക്ക് തയ്യാറാൻ മടി? പ്രദേശത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കാവലാളാള് പറഞ്ഞോട്ടെ. അയാള് കഴിയില്ല നിങ്ങൾക്ക്. അതാ പറ, നിങ്ങളെ കേടല്ല, അത് നിങ്ങളെ പ്രസ്ഥാനത്തിന്റെ കേടാണ്. ആ ബേജാറുണ്ടാവും, ഉറപ്പല്ലേ അത്. ഇങ്ങോട്ട് പറയട്ടെ. നാസർ മാഷിന് മൈക്കം കൊടുക്ക് നാസർ മാഷിന് മൈക്ക കൊടുക്കൂലങ്ങള് അറിയാ ഞങ്ങൾക്ക്. അത് ഞങ്ങൾക്ക് അറിയാം. അപ്പൊ ഞങ്ങളെ നിലപാടങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ആള് വേണമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ ചെയ്യുന്ന ആള് വേണം. ആൾ തയ്യാറാണ്, വിഷയം തീരുമാനമായി. അത്രേ ഉള്ളൂ. തയ്യാറാണെന്ന് പറഞ്ഞോ, തീരുമാനമായി. നാസർ മാഷാണെങ്കിൽ എഴുതി, നാസർ മാഷ് ഓക്കെ, കഴിഞ്ഞു. അത് തന്നെ. അത് അവിടെ അതിനു വേണ്ടി എത്ര നിങ്ങൾ ബാധിച്ചത്? ഒരാൾ ഇവിടുന്ന്, അവിടുന്ന് ഒരാള്. അതാണ് മാന്യത. മൈക്കെടുത്ത് കൊടുത്തല്ലോ, അതല്ലേ? എന്തിനാ മുനീർ മദനി വെറുതെ ആവശ്യമില്ലാത്ത ഓരോ പണിക്കും? വിട്ടാള്. തയ്യാറാണെന്ന് പറയട്ടെ, ഞങ്ങൾ തയ്യാറായി. നാസർ മാഷ് റെഡിയാണോ എന്ന് ചോദിച്ചോ. നാസർ മാഷിക്ക് നേരത്തെ സിറാജുദ്ദീൻ ഫൈസി പറഞ്ഞ ഷെർത്ത് ഒത്തിട്ടുണ്ടോ? ഞങ്ങൾ തീരുമാനിക്കും. റെഡിയാണെന്ന്
ഓക്കെ. സിറാജുദ്ദീൻ ഫൈസിയെ ഞങ്ങളും തീരുമാനിക്കും. തീരുമാനിച്ചോ? എങ്കിൽ ഞങ്ങൾ റെഡിയാണ്. സംവാദത്തിന് ആണെങ്കിൽ സംവാദം വ്യവസ്ഥ എഴുതിക്കോളും. സംവാദത്തിന് ആണെങ്കിൽ സംവാദം വ്യവസ്ഥ എഴുതിക്കോളും. അപ്പൊ നാസർ മാഷും ഓക്കെ റെഡി. അതല്ലേ, അതിനാണ് ഞങ്ങൾ ഇത്രയും സമയം വെച്ചുണ്ടാക്കിയത്. അൽഹംദുലില്ലാ, ഹൈർ ഹൈർ. എഴുതി നാസർ മാഷും. അതിനാണ് ഇപ്പൊ ഞങ്ങൾ പറഞ്ഞതാണ് ശരിയെന്ന് നിങ്ങൾക്കും തോന്നിയല്ലോ, അതിനാണ് ഞങ്ങൾ സമയം ചെലവഴിച്ചത്. ഇത്രയും സമയമായിട്ട് ഞങ്ങളിവിടെ പറഞ്ഞ കാര്യം വ്യക്തമാണ്. വ്യക്തമാണ്. ബഹുമാനപ്പെട്ട ബേജാറ് വേണ്ട, ബഹുമാനപ്പെട്ട നിങ്ങളെ മുഖത്താണ് കാണുന്നത്, നിങ്ങളെ മുഖത്താണ്. ഞങ്ങൾക്ക് തികയില്ല. ഞങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളാണ്. ഫൈസിന്റെ സ്വന്തം ബേജാറ് പറയാണ്. ഏറ്റെടുത്തു കഴിഞ്ഞു. ഞങ്ങൾ ഇതൊരു ഒച്ചുണ്ടാക്കിയത് എന്തിനായിരുന്നു? നിങ്ങൾ അബ്ദുള്ള വേണ്ട, നിങ്ങൾ ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ ഫൈസി വേണമെന്ന നിലക്ക് നിങ്ങളുടെ പ്രവർത്തകനായ നാസർ മാഷ് ഇതാ ഏറ്റെടുത്തിരിക്കുന്നു. ഓക്കെ, ഏത് സാധാരണ പ്രവർത്തനം റെഡിയാണ്. സിറാജുദ്ദീൻ ഫൈസിന്റെ മുഖത്ത് നോക്കിയാണ് ഇപ്പോൾ നിങ്ങൾ സമ്മതിപ്പിച്ചോണ്ട്. നിങ്ങൾ മൊയ്തീൻ ഷേഖൊന്നല്ല, മുണ്ടാതെ പോയിക്കോളൂ. എഴുതി ഈ കത്ത് അതാണ്. ആർക്കാ ബേജാറ്? ഈ കത്തിൽ പറഞ്ഞ പ്രകാരം ഫൈസി ഈ കത്തിൽ പറഞ്ഞ പ്രകാരം വാദപ്രതിവാദം നടക്കും. വാദപ്രതിവാദം ഈ അബ്ദുള്ള സുല്ലം ഉണ്ടാവുക. ഇങ്ങനത്തെ തിരുത്തിയാണ് നിങ്ങൾ സംശയ ദൂരീകരണത്തിന് ഒരാൾ വേണമെന്നാ പറഞ്ഞത്. നാസർ മാസ്റ്റർ സമ്പാദത്തിന് ഇയാളാണ് ഇതൊക്കെ മുടക്കുന്ന ആള്. ഇതൊക്കെ മുടക്കുന്ന ആള്. നബീൽ സാഹിബ് പ്ലീസ്. നാസർ സാഹിബ് സംവാദത്തിന് തയ്യാറാണെന്ന് എഴുതി. നിങ്ങളുടെ എഴുത്ത് മാനിച്ച് ഞങ്ങൾ അംഗീകരിക്കുന്നു. ഞങ്ങൾ തന്ന എഴുത്ത് നിങ്ങളും അംഗീകരിക്കുക. ഞങ്ങളുടെ എഴുത്തിൽ ഇതാ സംവാദ വ്യവസ്ഥകൾ തയ്യാറാക്കാൻ ഒരുമിച്ച് കൂടിയതാണെന്ന് നാസർ മാഷും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഫൈസിയും നാസർ മാഷും തമ്മിലുള്ള ഒരു സംവാദം ഇവിടെ നടക്കട്ടെ. നിങ്ങൾ വ്യക്തിയെ ആവശ്യപ്പെട്ടതുകൊണ്ട് ഞങ്ങളും വ്യക്തിയെ ആവശ്യപ്പെട്ടു. അതുകൊണ്ട് ഒരു വിഷയത്തിലേക്ക് ഉരുത്തിരിഞ്ഞതുകൊണ്ട് ഇതാ നബീൽ സാഹിബ് വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ എണീറ്റ് നിന്നിട്ടുണ്ട്. അതുകൊണ്ട് നടക്കട്ടെ സംവാദം നടക്കട്ടെ. ഞങ്ങൾ എഴുതിയ എഴുത്തില് സംവാദമെന്നുണ്ട്. അത് നാസർ സാഹിബും അദ്ദേഹം അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫൈസിയും നാസർ മാഷും തമ്മിലുള്ള സംവാദം നടക്കട്ടെ എന്നാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. നബീൽ സാഹിബ് പറയട്ടെ. വളരെ ആവേശം നല്ല തന്നെയാണ്. പക്ഷേ ഞങ്ങൾ തന്ന കത്തിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ സംസാരിക്കുന്നതിനിടയിൽ ബഹുമാനപ്പെട്ട ഉസ്താദുമാർ ഇടപെടരുത്. ഞങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ ഇടപെട്ടുകൊണ്ട് ഈ ഒരു ചർച്ച നടക്കരുത് എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. ഇതാ റഷീദ് കബി ഒന്ന് പറയും. ഞങ്ങൾ തന്ന കത്ത് പ്രകാരം വളരെ കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്ത്? ഇവിടെയുള്ള ഫൈസിയോട് സംശയ ദൂരീകരണത്തിന് പ്രവർത്തകർ തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോഴാണ് നിങ്ങൾ ആവശ്യപ്പെട്ടത് കൃത്യമായി ആളെ നിജപ്പെടുത്തണം. ആളെതാ ഞങ്ങൾ നിജപ്പെടുത്തി തന്നിരിക്കുന്നു. നാസർ മാഷ് നിജപ്പെടുത്തി ഞങ്ങൾ തന്ന കത്ത് പ്രകാരം സിറാജുദ്ദീൻ ഫൈസിയോടുള്ള സംശയ ദൂരീകരണത്തിന് ഞങ്ങളിതാ തയ്യാറായിരിക്കുന്നു. ഇനി പിന്നോട് എങ്ങനെയാണ് നിങ്ങൾ പിന്നോട്ട് പോവുക? ഈ കത്ത് ഞങ്ങളെടുത്തുനിന്ന് ചോദിച്ചു വാങ്ങിയതാണ്. നിങ്ങൾ നേരത്തെ ഈ കത്തൊന്നും വേണ്ട, വളരെ ഓപ്പൺ ചെക്ക് തന്നതാണ്. നിങ്ങളുടെ പ്രോഗ്രാമിൽ വെച്ചിട്ട് കത്ത് ഞങ്ങൾ തന്നു. അതിന് മറുപടി അന്ന് അസറിന് കിട്ടുമെന്ന് വിചാരിച്ചു. പിറ്റേ ദിവസത്തെ മഗ്‌രിബിന് തരാന്ന് പറഞ്ഞു. പല പ്രാവശ്യം സമയങ്ങൾ മാറ്റി പറഞ്ഞത് ഇവിടെ ഇരിക്കണ ഈ വീട്ടുടമസ്ഥന് അറിയാം ഇല്ലേ? എന്നിട്ട് ആ നാസർ മാഷും നിങ്ങൾ നിജപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലുള്ള സംശയ ദൂരീകരണത്തിന് ഞങ്ങൾ തയ്യാറാണ്. അതിനുള്ള വ്യവസ്ഥ നമുക്ക് തയ്യാറാക്കാം. എഴുതിക്കോളൂ. നാസർ മാഷും സിറാജുദ്ദീൻ ഫൈസിയുമായിട്ടുള്ള ഈ സംശയ ദൂരീകരണത്തിന് എങ്ങനെയാണ് വ്യവസ്ഥ ഉണ്ടാക്കേണ്ടത് അതിനനുസരിച്ച് തയ്യാറാക്കാം. അപ്പോ അന്ന് കണ്ടെങ്കിൽ ലാസ്റ്റ് എത്തിയത് സംശയ ദൂരീകരണം. സംവാദം നമ്മൾ ആവശ്യപ്പെട്ടപ്പോ സംശയ ദൂരീകരണം എന്ന് പറഞ്ഞാണ് ലെവലിൽ പോയത്. നമ്മൾ പറഞ്ഞു സംഭവം ഇവിടെ സംവാദത്തിനാണ് നാസർ മാഷ് തയ്യാറായത്. അതുകൊണ്ട് വാദപ്രതിവാദം നടക്കട്ടെ. അപ്പൊ ഒരു വേണ്ട, സംശയം നിവാരണം ചെയ്താൽ മതി, ഞങ്ങളൊരു സംവാദത്തിന് ഉദ്ദേശിക്കണില്ല
ഇപ്പൊ നമ്മൾ പറഞ്ഞു സംവാദത്തിന് സംശയ ദൂരീകരണം ഓക്കെ. അപ്പൊ പറഞ്ഞു അത് പറ്റില്ല, സംവാദം പാടും. ഇതിനെന്താ ചെയ്യാ? അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ എന്ത് പറഞ്ഞാലും, നേരത്തെ ഫൈസൽ ഉസ്താദ് പറഞ്ഞല്ലോ, നേരെ ആകാശത്ത് നിന്ന് വലക്കിറങ്ങി പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കൂല. അത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അത് കാരണം ഖതമല്ലാഹു അലാ ഖുലൂബിഹിം, അതാണ് അല്ലാഹു അവരുടെ ഹൃദയത്തിന് സീലി വെച്ച് പോയി. അതുകൊണ്ട് ഞാൻ പറയട്ടെ, വാദപ്രതിവാദത്തിന് കരാർ എഴുതാൻ വന്നപ്പോ നിങ്ങൾ എടുത്തു പറഞ്ഞു സംശയ ദൂരീകരണത്തിനാണ് ഞങ്ങൾ വന്നത്. ഇപ്പൊ ഞങ്ങൾ ചോദിച്ചു പ്രമാണങ്ങളുമായി വരണം. അപ്പൊ നിങ്ങൾ പറയുന്നു വാദപ്രതിവാദത്തിന് റെഡി. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു വാദപ്രതിവാദമാണെങ്കിൽ വാദപ്രതിവാദം, പ്രമാണവുമായി നിങ്ങൾ വരികയാണെങ്കിൽ അങ്ങനെ. എല്ലാ പറഞ്ഞ മുഴുവൻ പണികൾക്കും ഞങ്ങൾ തയ്യാറാണെന്ന് ഒരു നിക്കൽ കൂടി ഇവിടെ ഞങ്ങൾ അറിയിക്കുകയാണ്. അതുകൊണ്ട് മുജാഹിദീങ്ങൾ സമയം കളയണ്ട, നേരെ വന്നോളൂ. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി നമ്മളവിടെ ഇരിപ്പിടും മൈക്കും ഒന്ന് റെഡിയാക്കി കൊടുക്കും. അവരെല്ലാം വരട്ടെ, പ്രമാണവുമായി നിങ്ങൾ വന്നോ. ഇത് സംശയ ദൂരീകരണം. കാരണം നിങ്ങൾ പണ്ട് പറഞ്ഞല്ലോ സംവാദം ഞങ്ങൾ ചോദിച്ചപ്പോ നാസർ മാഷന്നെ വന്നോട്ടെ, എല്ലാ മാഷുമാരും വന്നോളൂ, എല്ലാ മൗലവിമാരും വന്നോളൂ. നിങ്ങളെ പ്രമാണവുമായി നിങ്ങൾക്ക് വരാം ഇൻഷാ അല്ലാഹ്. അത് നിങ്ങൾ ഇവിടെ പറയും. വാദപ്രതിവാദത്തിന് നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ സംഘടന, അങ്ങനെ സംഘടനകൾക്ക് ഇല്ല എന്ന് ഞങ്ങൾക്കറിയാം, എന്നാലും ഉള്ളതുണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് ഒരു കത്തുങ്ങൾ തന്നാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ഊഹാപോഹത്തിന്റെ പിന്നിൽ പോകാൻ പാടില്ല. അതാ ഞങ്ങൾ പറയാനുള്ളത്. വല്ലപ്പുഴയിലെ 2 വ്യവസ്ഥകളിലും നിങ്ങൾ പോയത് ആ ഊഹാപോഹത്തിന്റെ പിന്നിലാണെന്ന് വ്യക്തമായി കേരള ജനത കണ്ടതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മൈക്ക് റെഡിയാണ്. അതുകൊണ്ട് പ്രമാണവുമായി പിന്നെ കൂടുതൽ സമയം വൈകേണ്ട ആവശ്യമില്ല. പ്രമാണമായിട്ട് വരാൻ തയ്യാറുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് പോര്. എന്നിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ആധാരം ഏൽപ്പിച്ചിട്ട് ഞങ്ങൾക്ക് പോകാലോ. വളരെ നല്ല ഏർപ്പാടാണ്, അത് വളരെ നല്ലതാണ്. അതുകൊണ്ട് നിങ്ങൾ ഒന്നും കൂടി ശരിക്കും ഈ ചങ്ങാതിമാർ മുജാഹിദികൾ അങ്ങനെയാണ്, വെറും ഊഹാപോഹം. ഇവിടെ വാദപ്രതിവാദത്തിന്റെ വ്യവസ്ഥ നടന്നപ്പോ മഞ്ചേരിയിൽ പോയിട്ട് ചങ്ങാതി പ്രസംഗിക്കുക. ഇന്നലെ നമ്മുടെ ഉസ്താദുമാരൊക്കെ നിലമ്പൂർ വല്ലപ്പുഴയിൽ വാദപ്രതിവാദം കഴിഞ്ഞ് വന്നതാണ്. ഓൻ ഏതായി വല്ലപ്പുഴ തന്നെ മനസ്സിലായിട്ടില്ല. അപ്പൊ വെറും എന്തൊക്കെയോ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ പറയാ ചെയ്യാ, ഇങ്ങനൊരു കൗമാണി മുജാഹിദ്. ഞാനത് പറയുന്നുണ്ട്. 2 ദിവസം ഇന്നലെ നിലമ്പൂര് വല്ലപ്പുഴയിൽ വെച്ച് ഒരു വാദപ്രതിവാദം എഴുതിയിട്ടാണ്, വാദപ്രതിവാദത്തിന് വ്യവസ്ഥ തയ്യാറാക്കാൻ വരെ പോയിട്ടാണ് നമ്മുടെ പണ്ഡിതന്മാർ കടന്നു വന്നിട്ടുള്ളത്. കാള പറ്റൂന്ന് കേട്ടപ്പോ ഇതിന് കയറെടുത്തതാണ്. കാളയെന്നില്ല പിന്നെ ഓർത്തത്. ഇത് നിലമ്പൂർ ഏത് വല്ലപ്പുഴ തന്നെ അവനറിയില്ല. അതാണ് സംഭവം. വെറുതെ ഊഹാപോഹങ്ങൾക്ക് പിന്നിൽ പോയി സമുദായത്തെ നശിപ്പിക്കുക എന്ന ഒരു വലിയ മോശമായ പ്രവർത്തനമാണ് മുജാഹിദ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ആ വിഷയത്തിലേക്ക് വരാം. മുജാഹിദുകൾക്ക് വരട്ടോ, കസാല റെഡിയല്ലേ? വളണ്ടിയേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലപ്പോ പ്രമാണമായിട്ടാണ് വരുന്നത്. അപ്പൊ ചിലപ്പോ വണ്ടിയൊക്കെ ഇതിലെ വരേണ്ടി വരും. കാരണം കിതാബുകളുടെ കെട്ടുകളൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ടല്ലോ. അതുകൊണ്ട് അതിന് സൗകര്യം ചെയ്തു കൊടുക്കണം. ഞങ്ങൾ ഇവിടെ റെഡിയായിരിക്കുകയാണ്. ഞാൻ പ്രസംഗിച്ച് കിട്ടിയെന്നൊന്നും ആരും പറയണ്ടോ. നിങ്ങൾ ഇവിടെ വന്നാൽ ഞാൻ നിർത്തും എന്റെ പ്രസംഗം. നിങ്ങൾ വരുന്നത് വരെയാണ് എന്റെ പ്രഭാഷണം. ആയിക്കോട്ടെ. അപ്പൊ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നബിദിനാണല്ലോ വിഷയം. അവിടുന്ന് തന്നെ തുടങ്ങാം. നബിദിനും മൗലിദാണല്ലോ എന്ന് പറയാനുള്ളത്. അതന്നെ ആയിക്കോട്ടെ, വരട്ടെ. നമ്മളെ കേബിയത്തിൽ ലത്തീഫ് മൗലവി ഒന്ന് വാ. നബിദിനത്തിന് തെളിവുണ്ടോ? നബിദിനത്തിന് വല്ല പ്രമാണവുമുണ്ടോ? ഇതൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഞങ്ങളിവിടെ പറയുന്നത് ഈ കേൾക്കുന്ന ആർക്കും ചോദ്യം ചെയ്യാട്ടോ. ഈ പ്രമാണമായിട്ട് മൗലവിമാർ വരുന്നില്ല എന്നുള്ളതുകൊണ്ട് നിങ്ങളാരും ബേജാറാകണ്ട. ആർക്കും ഒന്ന് സംശയം ചോദിക്കാനുള്ള വേദിയാണിത്. ഇങ്ങനെ സുതാര്യമായി ഇന്നലെ അരീക്കോട് മുഖാമുഖം മുജാഹിദികൾ സംഘടിപ്പിച്ചു. നമ്മൾ കുട്ടി ചെന്നപ്പോ പറഞ്ഞു ഈ മുഖാമുഖത്തിൽ 2-3 നിബന്ധന ഉണ്ട്. ഒന്നാമത്തെ നിബന്ധന സുന്നികൾക്ക് ചോദ്യം ചോദിക്കാൻ പാടുള്ളതല്ല. ഒന്നാമത്തെ നിബന്ധന എന്താ? അത് ഞങ്ങൾ തമ്മിലുള്ളതാണ്. അത് ശരി, ഓലമ്മില് പറഞ്ഞ എത്ര പറയാന്ന് ഓൽക്ക് പറയാലോ. അപ്പൊ അതാണ് അവരെ അവിടെ തയ്യാറാക്കി. രണ്ടാമത്തെ നിബന്ധന ചോദിക്കുകയാണെങ്കിൽ തന്നെ ഒരു ചോദ്യം ഒരു ഉപചോദ്യം. മൂന്നാമത്തെ ചോദ്യത്തിന് ചാൻസ് ഇല്ല. ഞങ്ങൾ പറയില്ല. ഞങ്ങളിവിടെ നിയമപാലകർ അനുവദിച്ച അത്രയും സമയം നിങ്ങളെ ചോദ്യശരങ്ങളെ നേരിടാൻ തയ്യാറായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്ന ബോധം നിങ്ങൾക്ക് വേണം. നിങ്ങൾ ചോദിച്ചാൽ എത്ര ചോദിക്കാന്ന് ഞങ്ങൾക്കറിയാം. അതിനപ്പുറം നിങ്ങളൊരു ഹറഫും പോവില്ല. അതിന് പറ്റിയൊരു മുജാഹിദ് ഇവിടെ ജനിച്ചിട്ടുമില്ല. വാദപ്രതിവാദം മുഖാമുഖം ഇനിയും നടക്കുകയും വരട്ടെ. അപ്പൊ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് എന്താണ് ഇവർ പറയുന്ന പ്രധാന പോയിന്റ് എന്ന് നിങ്ങളൊന്ന് കണ്ടോളൂ. KB അബ്ദുൽ ലത്തീഫ് മൗലവിയെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം ഒന്ന് പറയാൻ പോവാണ്. പ്രമാണം എന്തിനാ അറിയോ? പ്രമാണം എന്തിനാ കൊടുക്കട്ടെ അറിയാള്?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രമാണം അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പണി എന്താ അറിയോ? പറഞ്ഞുതരാം. നബിൻ അതിന്റെ മുമ്പുള്ള മൂസാ നബിന്റെ, ഇബ്രാഹിം നബിന്റെ, ഈസാ നബിന്റെ ഒക്കെ ജന്മദിനത്തിന്റെ മൗലിദ് ഇവിടെ ചെല്ലണം. അതാണ് തെളിവ്. നിങ്ങൾ പ്രമാണത്തിൽ ഇതില്ല എന്ന് നിങ്ങളെ മൊയ്ലിയര് പറഞ്ഞത് മറന്നോയോ? നിങ്ങളെ മൊയ്ലിയര് പ്രമാണത്തിൽ ഇതില്ല എന്നാ പറഞ്ഞത്. ആര്? തഴവ. മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300-ൽ തുടങ്ങിയതാണ് എന്നൊക്കെ മുമ്പ് പറഞ്ഞില്ലേ? 100-ൽ തുടങ്ങിയതാണ് എന്നൊക്കെ മുമ്പ് പറഞ്ഞില്ലേ? ആ വരി പോലും ഈ ചങ്ങായി പഠിച്ചിട്ടില്ല. ആകെ 2 വരി അറിയാം, അതും പഠിച്ചിട്ടില്ല. പിന്നെ കഥ. അപ്പൊ ഇതാണ് ഇവർ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റ്. ഏത്? മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300-ന് ശേഷം വന്നതാ. പരസ്യമായി ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. ആ തഴവ വരികൾ ഇവിടെ വന്നൊന്ന് പാടാൻ ധൈര്യമുള്ള മൂക്ക് കീപ്പോട്ടുള്ള വല്ല മൗലവിമാരും ലോകത്തുണ്ടോ? ഇത് ഞങ്ങളെ വെല്ലുവിളിയാണ്, സ്വീകരിക്കണം. നിങ്ങളൊന്ന് പാടി പാടാനിട്ടത് ചോദ്യം വരും. അതിന് ബാക്കി പാടാൻ, അതിന് മുമ്പും പാടാൻ. ഞാൻ കഴിഞ്ഞ ആഴ്ച വയനാട് ഇതുപോലെ മുഖാമുഖത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോ ഒരാൾ വന്ന് ഈ പാട്ട് പാടി. ഞാൻ പറഞ്ഞു നേരെ മുമ്പത്തെ വരി പാടി. ഞാൻ ആ ബുക്ക് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഏത് ബുക്കാ നിങ്ങൾ കണ്ടത്? ഏത് ബുക്കാ നിങ്ങൾ കണ്ടത്? സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് തുടങ്ങിയത് തന്നെ നബിദിന ആഘോഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ അമലുൽ മൗലിദും മദീനാളുകൾ കൂടുന്നതെല്ലാം തന്നെയും സുന്നത്തുകൾ. അതാ അമലുൽ മൗലിദും അതിനാള് കൂടുന്നതും സുന്നത്താണ്. സുന്നത്ത് എന്ന തിന്നണ സാധന. സുന്നത്ത് എന്ന് പറഞ്ഞാൽ നബിച്ചറ്റയിൽപ്പെട്ടതാണ്. അപ്പൊ തഴവ ഉസ്താദ് പറഞ്ഞത്, ലോകത്തുള്ള സർവ്വ പണ്ഡിതന്മാരും പറഞ്ഞത്, ജന്മദിനാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി. അതാണ് ഞങ്ങളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ പറഞ്ഞു വരുന്നത്. പ്രമാണം എന്ന് പറഞ്ഞാൽ വേറെ എന്താ മനസ്സിലാക്കി വരുന്നത്? നിങ്ങൾ അറിയണം, റസൂലുള്ളാഹി തങ്ങൾ ചെയ്തു എന്നാ ഞങ്ങൾ പറഞ്ഞു. ഇനി അതിലപ്പുറം പറയേണ്ട ആവശ്യം. ആ മുജാഹിദുകൾക്ക് എന്തെല്ലാം കിട്ടേണ്ടത്? വയനാട്ടിൽ നിന്ന് ഒരു മൗലവി വന്നിട്ട് ഈ ചോദ്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു നബി തങ്ങൾ എന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇയാൾ പറയാണ് അത് പറ്റൂല, ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ചു നോക്ക്. നബി തങ്ങൾ ചെയ്തു നമ്മൾ പറയുമ്പോ ഉമർ തങ്ങൾ ആഘോഷിച്ചതുണ്ടോ? അപ്പൊ ഞാൻ ചോദിച്ചു, മോനെ ഈ ലോറിന് സുന്നത്ത് നിസ്കരിക്കലുണ്ടോ? അതെ. എന്താ തെളിവ്? നബി നിസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട്, നബി നിസ്കരിച്ചിട്ടുണ്ട്. ആ ഉമർ തങ്ങൾ നിസ്കരിച്ചിനോന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു അത് വേണ്ട, നബി നിസ്കരിച്ചാൽ നമുക്ക് നിസ്കരിക്കാനോ. അപ്പൊ ഇതോ? അത് ഞാൻ ഓർത്തിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ആളുകളെ പൊട്ടന്മാരാക്കുന്ന ചോദ്യം. നബിതങ്ങൾ ചെയ്തു പറഞ്ഞ പിന്നെ ചോദിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അല്ലാഹുവിന്റെ റസൂൽ ചെയ്ത സ്വഹാബത്ത് ചെയ്യും. അതാണ് ഇമാമിങ്ങൾ പറഞ്ഞത്, ലോകത്തുള്ള എല്ലാവരും ചെയ്തു. എന്നിട്ടത് പഠിക്കാതെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്താൽ അത് മുസ്ലിം ലോകത്തിന് രേഖയായി. ഇത് പഠിക്കണ്ടേ? അതുകൊണ്ട് ഞാൻ പറയുന്നു, ഒരുപാട് തെളിവുകൾ ഞങ്ങളെ കയ്യിൽ, 1, 2, 3, 4, 5 ഒന്നുമല്ല, ഒരുപാട് തെളിവുകൾ. ഒരൊറ്റ തെളിവ് ഞാൻ ഇവിടെ ആദ്യം തന്നെ സമർപ്പിക്കട്ടെ. നബിതങ്ങൾ തന്നെ ചെയ്തു എന്ന് പറഞ്ഞത് ഞാനല്ല. മുജാഹിദേ, നിന്റെ 10,000 മൗലവിമാര് കൂടിയാലും മഹാന്മാരായ ഇമാമിങ്ങളെ അടുത്തേക്ക് എത്താൻ നിനക്ക് സാധ്യമല്ല. അറബി അറിയുന്ന മൗലവിമാർക്കൊക്കെ സ്വാഗതം. അൽഹാബി ഒന്നവിടെ കാണിച്ചു കൊടുക്ക്. സുയൂത്തി ഇമാമിൻ ഇവിടെ മൗലവിമാര് പലപ്പോഴും കാണാതെ പോയ ഒരു സംഭവമാണത്. കിതാബ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ ഇതിൽ നിന്നൊന്ന് വായിക്കാം. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകൾ പലപ്പോഴും അൽഹാബിയിൽ ഫത്താവയ്ക്ക് വരുത്തരിക്കൽ എന്തിനാ? നബിദിന സുന്നത്തില്ല എന്ന് വരുത്താൻ. എന്നാൽ കേട്ടോ, ഇത് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബ് അൽ-ഹാബിലിൽ ഫതാവ. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ലക്ഷക്കണക്കിന് ഹദീസ് പഠിച്ച ഇമാം. ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഏത് മൗലവിക്കും വരാം. സുയൂത്തി ഇമാമിനേക്കാൾ വലിയൊരു നാസർ മാഷ് വല്ലപ്പുഴയിലുണ്ടെങ്കിൽ അയാളെ ഞങ്ങൾക്കൊന്ന് കിട്ടണം. അത് സുയൂത്തി ഇമാമിനേക്കാൾ വലിയൊരു പണ്ഡിതൻ മുജാഹിദിന്റെ കൂട്ടത്തിലുണ്ടെങ്കിൽ അയാളെ ഞങ്ങൾക്ക് കിട്ടണം. ഇതൊരു സുയൂത്തി ഇമാം മാത്രം പറഞ്ഞതല്ല, സുയൂത്തി ഇമാം പച്ചയായി പറഞ്ഞ കിതാബിൽ നിന്നാണ് നിങ്ങൾ ഉദ്ധരിക്കാറുള്ളത്. അതുകൊണ്ടാണ് ആ കിതാബ് തന്നെ ഞാൻ സെലക്ട് ചെയ്തത്. കേട്ടോ, ഞാൻ വായിക്കുന്നത് കേട്ടോ, അവിടെ കാണുന്നുണ്ടല്ലോ.
ഇബാറത്ത് ഖുൽതു നോക്കിക്കോളൂ. ഇപ്പോഴുള്ള സൗകര്യം ഏതാണ്? നിങ്ങൾ ഏത് കിതാബ് പറഞ്ഞാലും ആ സെക്കൻഡിൽ അവിടെ എത്തും. മുജാഹിദുകളാരും പേടിക്കണ്ട. ഖുൽതു ഞാൻ പറയട്ടെ. ആരാണിത് പറയുന്നത്? ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയാണ്, വഖദ് ലഹറലി തഖ്രീജുഹു അലാ അസ്ലിൻ ആഖർ. ബഹുമാനപ്പെട്ടവർ പറയാണ്, നബിദിനം സുന്നത്താണെന്ന് രേഖപ്പെടുത്തൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അലാ അസ്ലിൻ ആഖർ, വേറെ ഒരു അടിത്തറയുടെ പേരിൽ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ടവർ 4 പേജ് ചെലവഴിച്ചത് നബിദിന സുന്നത്താന്ന് പറയാനാ. അപ്പൊ ആദ്യം ഇബ്നു ഹജറുൽ അസ്ഖലാനി തങ്ങൾ നബിദിനം സുന്നത്താണ് എന്നുള്ളതിന് ഒരു തെളിവ് പറഞ്ഞു. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയാണ്, വേറെയും ഒരു തെളിവ് എനിക്ക് സമർപ്പിക്കാനുണ്ട്. ഏതാണ് ആ തെളിവ്? കണ്ണുള്ള മുജാഹിദുകളെ, ഈ വല്ലപ്പുഴയിൽ വെച്ച് പരസ്യമായി ഞങ്ങൾ ചോദിക്കുന്നു, ഇതിനെ ഗണ്ണിക്കാൻ തയ്യാറുള്ള ആർക്കും വരാം, കേട്ടോ. ആ തെളിവ് ഞാൻ പറയുകയല്ല, സിറാജുദ്ദീൻ ഫൈസി ഉസ്താദ് പറയല്ല, AP ഉസ്താദ് പറയല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചുപോയ ലോക പണ്ഡിതന്മാര് വലിയ സർട്ടിഫിക്കറ്റ് കൊടുത്ത ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലാ അവിടുത്തെ കിതാബിലാ പറയുന്നത്, കേട്ടോ. വഹുവമാ അഖ്റജഹുൽ ബൈഹഖി, ബൈഹഖി ഇമാം റിപ്പോർട്ട് ചെയ്തതാ ഞങ്ങളെ തെളിവ്. ഒരുപാട് തെളിവുകളിൽ ഒരു തെളിവ്. എന്താ തെളിവ്? അനസ് റളിയല്ലാഹു അൻഹു, അനസ് തങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ അതാ അഖഅൻ നഫ്സിഹി ബഅദൻ നബുവ്വ, നബുവത്ത് കിട്ടിയതിന്റെ ശേഷം സ്വന്തം ശരീരത്തിന് വേണ്ടി അറവ് നടത്തുന്നു. കേട്ടോളൂ. ശരിക്കും മനസ്സിലാക്കണം, സുയൂത്തി ഇമാം വലിയ ദീർഘവീക്ഷണമുള്ള ആളാണ്. കാരണം സ്വന്തം ശരീരത്തിന് വേണ്ടി അറവ് നടത്തി എന്ന് പറയുമ്പോ ചില മൗലൈമാര് ചിലപ്പോ വന്നിട്ട് പറയും, എന്താ പറയാ, അത് റസൂലുള്ളാഹി തങ്ങൾ ഹഖീഖത്തതാണ്. അത് പറയുന്നുണ്ട്. സുയൂത്തി ഇമാം അന്ന് തന്നെ മനസ്സിലാക്കി ചങ്ങാതിമാര് ഇത് പറയും. സുഹൃത്തുക്കളെ, ഹഖീഖ എപ്പോഴാ അറക്കല്? നിങ്ങളൊന്ന് ആലോചിച്ച്, സക്കരിയ സലാഹിന്റെ മുടി അടിച്ചിട്ടൊന്നും ഇപ്പോഴും കഴിഞ്ഞിട്ടില്ലേ? എപ്പോഴാണ് ഹഖീഖ എല്ലാ കൊല്ലം ഇങ്ങനെ അറക്കല? ആദ്യം അർത്ഥ പിന്നതില്ല. ശരിക്കും മനസ്സിലാക്കിക്കോ സഹോദരന്മാരെ, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. അപ്പൊ ഇമാം സുയൂത്തി പറയാണ്, ആരും അങ്ങനെ പറഞ്ഞു വരണ്ട. 40 വയസ്സിന് ശേഷം റസൂലുള്ള അറവ് നടത്തിയത് ഹഖീഖ എന്ന് പറഞ്ഞ ആരും വരണ്ട. എന്തുകൊണ്ട്? അത് വറദ അന്ന ജദ്ദഹു അബ്ദുൽ മുത്തലിബ് അഖഅൻഹു ഫീ സാബിഇ വിലാദതിഹി, റസൂലുള്ളാഹി തങ്ങൾ ജനിച്ചതിന്റെ 7ാമത്തെ ദിവസം നബി തങ്ങൾ റസൂലുള്ളാഹി തങ്ങളുടെ ഉപ്പാപ്പ, ശരിക്കും മനസ്സിലാക്കണം, റസൂലുള്ളാഹിന്റെ ഉപ്പാപ്പയായ അബ്ദുൽ മുത്തലിബ് നബി തങ്ങൾ ജനിച്ചതിന്റെ 7ാമത്തെ ദിവസം ആമിന ബീബി നബി തങ്ങളെ പ്രസവിച്ചു. 7ാം ദിവസം ഉപ്പാപ്പയായ അബ്ദുൽ മുത്തലിബ് കഅബന്റെ സമീപത്ത് കൊണ്ടുവന്നു. എന്നിട്ടതാ അവിടത്തെ ഹഖീഖ അറുത്തു. 7ാം ദിവസം തന്നെ അർത്തിനത്. ഇമാം സുയൂത്തി പറയാണ്, വല്ലഖീഖത്തു ലാ തുആദു മറത്തൻ സാനിയ, ഹഖീഖ രണ്ടാമത് അറക്കൂല വഹാബികളെ. ഫയുഹ്മലു ദാലിക അലാ അന്നല്ലദീ ഫഅലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഈ അറവ് നടത്തിയത്, ഇമാം സുയൂത്തി പറയട്ടെ, ഇൽഹാറുൽ ലിശ്ശുക്രി അലാ ഈജാദില്ലാഹ്, അല്ലാഹു നബി തങ്ങളെ ഈ ഭൂമിയിൽ ജനിപ്പിച്ചതിന്റെ ശുക്റാണത്, നന്ദി പ്രകടനമാണ്. ഇനി കേട്ടോ അടുത്ത ഇബാറത്ത്. മാത്രമല്ല വതശ്രീഉൽ ലിഉമ്മതിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഉമ്മത്തിന് ശർആക്കിയതാണ്. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ഈ ഉമ്മത്തിന് നബിദിനം സുന്നത്താക്കിയതാണ് ഈ അറബിലൂടെ. ഇതുപോലെ കമാ കാന യുസല്ലി അലാ നഫ്സിഹി ലിദാലിക, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം ശരീരത്തിന് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നത് പോലെ. ഇനിയുള്ള വാക്കാ നിങ്ങൾ കേൾക്കേണ്ടത്. കണ്ടോളൂ സഹോദരങ്ങളെ, ഇമാം സുയൂത്തി ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, ഞാനല്ല പറയുന്നത്, AP ഉസ്താദല്ല, EK ഉസ്താദല്ല, ഞങ്ങളാരുമല്ല, ലക്ഷക്കണക്കിന് ഹദീസ് പഠിച്ച നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്തായി പോയ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നത് കേട്ടോ, ഫയുസ്തഹബ്ബു ലനാ, നമുക്ക് സുന്നത്ത്
സുന്നത്താണ്, നമുക്ക് സുന്നത്താണ്. ഐദൻ നബിയും സഹാബത്തും ചെയ്ത പോലെ ഇദ്ഹാറുസ് ശുക്രി, റസൂലുള്ളാഹിന്റെ ജന്മദിനം വരുമ്പോൾ നന്ദി പ്രകടിപ്പിക്കണം. ബിമൗലിദിഹി, റസൂലുള്ളാഹിന്റെ ജന്മദിനത്തിൽ നന്ദി പ്രകടിപ്പിക്കണം. ബില്ലിജ്തിമായി, എല്ലാവരും ഒരുമിച്ച് കൂടണം. വൈതുആമി തുആമി, ഭക്ഷണം വിതരണം ചെയ്യണം. പോരാ വനഹുബിദാലിക മിൻ വജൂഹിൽ ഖുർബാത്ത്, ഇതുപോലെയുള്ള സകല സ്വാലിഹായ അമലുകളും ചെയ്ത് നബിദിനം ആഘോഷിക്കണമെന്ന് നൂറ്റാണ്ടുകൾക്ക് മരിച്ചുപോയ 10 ലക്ഷക്കണക്കിന് ഹദീസ് പഠിച്ച ഇമാം സുയൂത്തിയുടെ കിതാബ് റളിയല്ലാഹു അൻഹുവിന്റെ കിതാബ് ഒന്നാമതായി ഞങ്ങൾ എടുക്കുന്നു. ഒരുപാട് കിതാബ് ഇനിയും എടുക്കാനുണ്ട്. ഈ പറഞ്ഞ തെളിവിനെ ഖണ്ഡിക്കാൻ തയ്യാറുള്ള ആണത്തമുള്ള ഏത് മൗലവിയുണ്ടോ നിങ്ങൾക്ക് സ്വാഗതം. സാക്ഷാൽ ഇബ്ലീസിനെ കൊടുത്താലും ഞങ്ങൾക്ക് കുഴപ്പമില്ല. നിങ്ങളെന്താ മനസ്സിലാക്കിയത്? ഞങ്ങളെ ഇമാമിങ്ങൾ പറയുന്ന അപ്പുറങ്ങൾ ചെയ്യുന്നു, തെളിവാ പറഞ്ഞത്. അപ്പൊ പിന്നെ താഴ്വ പിന്നൂർണേശം വന്നതാന്ന് പറഞ്ഞതോ? അതാ താഴ്വ പിന്നെ വിശദീകരിച്ചത്. അതെല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പൊ ഞാനിവിടെ LCD വെച്ച് പ്രസംഗിച്ചു. നിങ്ങളുടെ കാലത്ത് LCD ഉണ്ടോ? LCD വെക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. ഒരു മൗലവി പറഞ്ഞു, ഞങ്ങളെ LCD ഇട്ട് പ്രസംഗിക്കുന്ന കൂലി കിട്ടാൻ വേണ്ടിയല്ല, ഞങ്ങൾ അതിനാണ്. നിങ്ങൾ അതിനല്ലെങ്കിൽ ഞങ്ങൾ അതിനാണ്. പിന്നെ നിങ്ങൾ മദ്രസ നടത്താറില്ലേ? നബി തങ്ങളെ കാലത്ത് മദ്രസയുണ്ടോ മൗലവിമാരെ? മദ്രസ നടത്തൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. അപ്പൊ മൗലവിന്റെ മറുപടി, ഉസ്താദേ മദ്രസ നബിയുടെ കാലത്തില്ല, ഹാജർ വിളിയില്ല, ബോർഡില്ല, അതൊക്കെ ശരിയാണ്. പക്ഷേ മദ്രസയിൽ ഉള്ളതെന്താ? ഇൽമ പഠിപ്പിക്കലാണ്. അത് റസൂലുള്ളാഹിന്റെ കാലത്തുണ്ട്. അതിന്റെ പുതിയ രൂപമാണ് മദ്രസ. അതാ ഞങ്ങൾ പറഞ്ഞത് മൗലവിമാരെ, നബി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സ്വന്തം ശരീരത്തിന് വേണ്ടി 40 വയസ്സിന്റെ ശേഷവും അറബ് നടത്തിയിട്ട് ഉദ്ഘാടനം ചെയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അസ്ലി മാറിയിട്ടില്ല, അതിന്റെ രൂപമേ മാറിയിട്ടുള്ളൂ. അതാണ് മലിക്കുൽ മുദഫർ, തീരനായൊരു രാജന, ഇർബൽ ഭരിച്ചവനാണ് വന്ദർമിഷ്ഠന. മൗലിദ് കഴിക്കുന്നന്ന് ആടയ്യായിരം, പൊരിക്കുന്നതാണ് കോഴിയും 10,000, കൂടാതെ 1,30,000 പാത്രങ്ങളിൽ ഹലുവായും ഉണ്ടോരോ തരം. അതെ, 5000 ആടും 10,000 കോടിയും പൊരിച്ച അതിപ്രൗഢമായ മൗലിദ് അത് റസൂലുള്ളാഹിന്റെ ശേഷം വന്നതാണ്. ഞങ്ങൾക്കതിൽ ഒരു തർക്കവുമില്ല. അതാ പറഞ്ഞത്. ഇമാമിങ്ങൾ വിശദീകരിച്ചതാ. ഇമാമിങ്ങൾക്കപ്പുറം ഒരു തെളിവ് നിങ്ങളെ കയ്യിൽ കൊണ്ടുപോടോ. വീടും പറമ്പല്ലേ, അങ്ങനെ ഞങ്ങൾ കണ്ടുതരാം. എന്ത് വീടും പറമ്പും? കൊണ്ടുപോവാ. സുയൂത്തി ഇമാമിനേക്കാൾ തിരിയുന്ന ആളാണ്. ഒന്നുകിട്ട് വരി ബാലുശ്ശേരിയൊക്കെയല്ലേ തിരിയുന്ന ആള്. എന്താ നിങ്ങളെ തിരിച്ചിൽ ഞാൻ കാണിച്ചു തരാ. എടുക്ക് കേവിനെ. കേവിയല്ലേ ഇവിടെ പറഞ്ഞത്? എന്ത്? കേവി അബ്ദുൽ ലത്തീഫ് മൗലവി ഈ മൗലവിമാരെ നേതാവായിരുന്നു. ഇപ്പോഴെന്താ പറഞ്ഞറിയോ? ഇപ്പൊ 2-3 ഗ്രൂപ്പായല്ലോ. ഞാൻ പറയുന്നുണ്ട്, ആ ഗ്രൂപ്പായപ്പോ സക്കരിയ സലായി പറയാണ്, കേവി അബ്ദുൽ ലത്തീഫ് മൗലവിക്ക് ഒരു വിവരമില്ല. രണ്ടാളും ഒറ്റ സുഹൃത്തുക്കളായിരുന്നു. ഇപ്പൊ മിനിയാന്ന് പറഞ്ഞതാ. എന്നിട്ട് മുപ്പര് പറഞ്ഞു അയാളെ വിവരം. ഇവരൊക്കെ വിവരം എന്താണെന്നറിയോ? കെ.വി. അബ്ദുൽ ലത്തീഫ് മൗലവി ഒരു പുസ്തകം എഴുതിയത്രേ. ആ പുസ്തകം എ.പി. അബ്ദുൽ ഖാദർ മൗലവിന്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തു പറഞ്ഞു, ഇത് നിങ്ങളൊന്ന് വല്ല തെറ്റുണ്ടോ നോക്കണം. പുസ്തകം നോക്കിയിട്ട് എ.പി. പറഞ്ഞത്രേ, ഇതിലെ പേജ് നമ്പർ മാത്രം ശരിയാണ്. നോക്ക്, ഒരു പുസ്തകം എഴുതിയിട്ട് നേതാവ് പറഞ്ഞതാണെന്ത്, പേജ് നമ്പർ പ്രശ്നം ഇട്ടുകൊടുത്തതാവും, അതുകൊണ്ടാണ് അത് ശരിയായത്, അല്ലെങ്കിൽ അതും തെറ്റായി. എന്നിട്ട് സക്കരിയ ചോദിക്കുക, എന്താ ടി.പി. ഒക്കെ എപ്പോഴും മൂപ്പരെ ക്ലാസ്സിന് പോയിരിക്കുന്ന പണി. ടി.പി. എന്ന പോലെ പ്രസിഡന്റ് ടി.പി. അബ്ദുൽ മദനി. ഏതാ ക്ലാസ്? പെണ്ണുങ്ങളെ ക്ലാസ്. അന്നേ നിങ്ങൾ പറഞ്ഞു ആ ക്ലാസ് തെറ്റാണ്, ഓപ്പൺ ക്ലാസ്സാ. അപ്പൊ അത് കുഴപ്പമില്ല. ഇപ്പൊ തെറ്റിയപ്പോ പറയാം അതൊക്കെ തെറ്റായിരുന്നു. കേട്ടോളൂ. കെ.വി. അബ്ദുൽ ലത്തീഫ് മൗലവിക്ക് അതിൽ എത്ര പരാതി കാഞ്ഞങ്ങാട്ടുന്ന് കൊടുത്തു? പച്ച ചേകനൂരിയാണ് SLRC നടത്തുന്നത് കാഞ്ഞങ്ങാട്. എത്ര പരാതി കൊടുത്തു? വന്നോ? അന്വേഷിച്ചോ? ഈ SLRCന്റെ ഓരോ യോഗത്തിനും പോയി കുത്തി കൊടുക്കുന്ന പണിയാ ടി.പിക്ക്. സ്കൂളിൽ കുട്ടികൾ ഇരിക്കുമ്പോൾ ഒരു ഭാഗത്ത് പെണ്ണ് ഒരു ഭാഗത്താണ്. സൈഡോപ്പം ചുരിദാറിട്ട് ഇപ്പുറത്തിരിക്കുന്നുണ്ടാവും. പേരെന്താ? ഖുർആൻ പഠിക്കല്. എന്നിട്ട് പെണ്ണുങ്ങളെ കൊണ്ട് ഓദിക്ക. എന്നിട്ട് മൗലവി അതിന് മാർക്കിടുക. ഇതൊക്കെ എത്ര തവണ നമ്മൾ പറഞ്ഞതാ. ടി.പി. നിങ്ങൾ ഇതിന് പോകാൻ പാടില്ല. ഇത് SLRC വേറൊരു സാധനമാണ്. അത് KNM ഒരു ബന്ധമല്ല.
ടി പി എല്ലാ സംസ്ഥാന സംഗമത്തിനും ടീപ്പിന്റെ വക. എന്നിട്ട് ഈ പെണ്ണുങ്ങൾ ഓതുന്നതും മാർക്കിടുന്നതും ഈ ആണും പെണ്ണും മോരും മുതിരയും വെച്ചമാരി ഒരുപാട് ഫോട്ടോ, ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ടി പിയാ. ഒരു തെറ്റ് പറയാൻ പറ്റുമോ? ഇയാളുടെ ഒരു പുസ്തകം കൊണ്ടേ കൊടുത്ത് എ പിന്റെ അടുത്ത് പരിശോധിക്കാൻ, കെവിന്റെ. എ പി പറഞ്ഞു അതിലെ പേജ് നമ്പർ ഒക്കെ ശരിയാണ്. അത്ര ഇയാൾക്ക് പേരുള്ളൂ. അയാളെ കൊണ്ടാപ്പട്ടെ എ പി നടക്കും, ടി പി നടക്കും. അയാളെ കൊണ്ടല്ലേ നിങ്ങളും നടന്നിട്ട്? നിങ്ങൾ മനസ്സിലാക്കണം, അയാളെ കൊണ്ടല്ലേ നടന്നിരുന്നത് ഇവിടെ. ഇപ്പൊ ഗ്രൂപ്പ് മാറി. അപ്പൊ അൽഹംദുലില്ലാഹ് ഓരോരുത്തരുടെ വിവരം ഇങ്ങനെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, നബിദിനാഘോഷത്തിന്റെ ഉദ്ഘാടനം ചെയ്തത് ത്വാഹ റസൂലുള്ളാഹി. ആര് പറഞ്ഞു? ഇമാം ബൈഹഖി ഉദ്ധരിച്ചു. അത് തെളിവാണെന്ന് ഇമാം സുയൂത്തി പറഞ്ഞു. ഈ ഹദീസ് ദഈഫാർ നിങ്ങൾ വരി അപ്പോഴല്ലേ വന്നതേ ഓർമ്മ ഉണ്ടാവുള്ളൂ. തെളിവുകളുടെ കൂമ്പാരങ്ങൾ നിങ്ങൾ സമർപ്പിക്കും ഇൻഷാ അല്ലാഹ്. നിങ്ങൾ മനസ്സിലാക്കിക്കോ, നിങ്ങൾക്ക് വേണ്ടി കസേരകൾ കാത്തിരിക്കുന്നു. ഇനി എതിരുള്ള പ്രമാണങ്ങൾ കൊണ്ടുവരും. നാളെ അങ്ങാടി പോയിട്ടല്ലോ പ്രമാണം പറയേണ്ടത്. ഞങ്ങൾ ഇവിടെ കസേരയും മൈക്കിട്ടിട്ട് ഇവിടെ ഒന്ന് പറ. സംവാദമാണെങ്കിൽ അത് അതിന്റെ വഴിക്ക് നടക്കും. ഇപ്പൊ നിങ്ങളോട് പറഞ്ഞ എന്താ? പ്രമാണം കൊണ്ടുവരി, വീട് തരാം. അപ്പൊ നിങ്ങൾ കൊണ്ടുവന്നാൽ റെഡി ആയിട്ട് തരും. സംവാദം വേണോ? നിങ്ങൾക്ക് സംഘടന ഉണ്ടെങ്കിൽ, ലെറ്റർ ഹെഡ് ഉണ്ടെങ്കിൽ എഴുതിക്കോ, തന്നോ, ഞങ്ങൾ റെഡി. അത് വേറൊരു കാര്യം. രണ്ടും അതിന്റെ വഴിക്ക് നടക്കട്ടെ സഹോദരങ്ങളെ. ഇനിയിപ്പോ എന്താ വലിയ വിഷയം? പിന്നെ അതിന്റെ ഇടക്ക് വേറൊരു സംഗതി കൂടി പറയാണ്ട്. നബിദിനം ആഘോഷിക്കുന്നതിലേ കുഴപ്പമുള്ളൂ. കഴിഞ്ഞ ഒക്ടോബർ 2 മുജാഹിദുകൾ ഗാന്ധിജി ജനിച്ച അന്ന് ആഘോഷിച്ചു. നിങ്ങൾ അറിഞ്ഞു? അങ്ങനെ ഗാന്ധിജി മഹാനായ മനുഷ്യനായാലും നമുക്ക് തർക്കമൊന്നുമില്ല. നമ്മളത് പറയുന്നത് ഇവരാഘോഷിക്കാൻ പാടില്ല. കാരണം നമ്മളിവിടെ റസൂലുള്ളാഹിന്റെ ജന്മദിനത്തിൽ ഒരു മദ്രസയിലെ കുട്ടികൾ ഒരുമിച്ച് കൂട്ടിയിട്ട് പാട്ട് പാടുമ്പോഴാ ഇപ്പം ചോദിക്കുന്നത്, റസൂലുള്ള എങ്ങനെ പാട്ട് പാടിയെന്നോ? അല്ല മൗലവി, റസൂലുള്ളാഹി തങ്ങൾ എന്തെങ്കിലും ഗാന്ധിജി ജനിച്ചെന്ന് ആഘോഷം നടത്തിയിരുന്നു? അന്ന് ഗാന്ധിജിന്റെ ഉസ്താദെ, അതാ ഞാൻ പറയുന്നത്. അതന്നല്ല, എന്നിട്ടും നിങ്ങൾ ആഘോഷിച്ചു. ഞാൻ കാണിച്ചു എടുക്കാം. നമ്മളെ റാഫി മൗലവിനെ പുറത്താക്കിയ പുതിയ സാധനമാണ്. എല്ലാം പുറത്താക്കിയതന്നെ. ഞാൻ അതിലേക്ക് വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഒക്കെ വല്ല ടീമാ, ഈ സക്കരിയ ടീമാണ് ഇതെല്ലാം. എങ്ങനെ ഇൻഷാ അല്ലാഹ് ഒരു വഴിക്ക് എത്തിക്കുക തന്നെ ചെയ്യും. അതിൽ നിങ്ങൾ ആരും തർക്കിക്കണ്ട. സംവാദത്തിന്റെ പൂതി തീർത്തു തന്നിട്ടല്ലാതെ ഞങ്ങൾക്ക് വിശ്രമമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സകല മുജാഹിദുകൾ അത് വല്ലപ്പുഴയിൽ വെച്ച് തന്നെ ആവട്ടെ, എഴുതിക്കോ വ്യവസ്ഥ. അതിന് ഔദ്യോഗികമായി സംഘടനയ്ക്ക് ഉണ്ടെങ്കിൽ ലെറ്റർ ഹെഡിൽ കത്തുക, ഞങ്ങൾ പ്രതികരിക്കും കേട്ടോ. ഇത് ഞങ്ങൾ നിങ്ങളോട് പ്രമാണം കൊണ്ടുവരാൻ പറഞ്ഞാണ്. പ്രമാണിച്ച് വന്നോ, ഞങ്ങൾ തരാം. ഓക്കെ. അപ്പോ ഇവര് എന്ത് ചെയ്തു അറിയോ? ഇവർക്ക് 2 ആഘോഷങ്ങളുണ്ട് മുജാഹിദുകൾ. ഏതാ? ഒന്ന് സ്വതന്ത്ര ഭാരതത്തിന്റെ ജന്മദിനാഘോഷം. അന്ന് പ്രത്യേകമായി കുട്ടികളെല്ലാം കൂട്ടിയിട്ട് അതിന്റെ 2ാം ഘട്ടം അവർ നടത്തിയത് ഒക്ടോബർ 2-ന്. അപ്പൊ മൗലവി പറയാണ്, ഗാന്ധി ജയന്തിയുടെ അവിസ്മരണീയമായ ഓർമ്മകൾ നമുക്ക് മറക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ രാഷ്ട്രപിതാവിന്റെ ഓർമ്മയാണത്. നമ്മളെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് പ്രധാനമാണ്. ചങ്ങാതിമാരെ, ഇങ്ങക്ക് എന്തു ചെയ്യാന്നാ കേട്ടോ? ഗാന്ധി ജയന്തിന്റെ അന്ന് പ്രത്യേകം കുട്ടികൾ ഒരുമിച്ച് കൂട്ടി പരീക്ഷയും പരിപാടികളൊക്കെ നടത്തിയത് ഇയാളെ വലിയ നേതാവായ റാഫി പറയുന്നത് MSMന്റെ നേതാവായാണ്. അടുത്ത മാധ്യമത്തിൽ ഒരു വാർത്ത ഉണ്ടായിരുന്നല്ലോ, 20 എണ്ണത്തിനെ പുറത്താക്കി. അതിൽ ഇയാളുണ്ടായിരുന്നു. ഒന്ന് കേട്ടോളൂ നിങ്ങളത്. 1000-ഓളം കേന്ദ്രങ്ങളിൽ അത് ഭംഗിയായി നടന്നു. ആ കേന്ദ്രങ്ങളിൽ നിന്ന് അവരെ പ്രത്യേകം സ്ക്രീൻ ചെയ്ത് ആദ്യത്തെ 3 സ്ഥാനങ്ങൾ, ഓരോ കേന്ദ്രത്തിൽ നിന്നും ആദ്യത്തെ 3 സ്ഥാനങ്ങൾ ലഭിച്ച വിദ്യാർത്ഥികളെ പ്രത്യേകം തെരഞ്ഞെടുത്ത് സംസ്ഥാനത്തിൻ്റെ 100-ലേറെ കേന്ദ്രങ്ങളിലായി അവർക്ക് 2ാം ഘട്ടം, ഈ വളർന്നു വരുന്ന വിദ്യാർത്ഥികൾക്ക് 2ാം ഘട്ട അഭിരുചി പരീക്ഷ നോളജ് എന്ന പേരിൽ MSM ഒക്ടോബർ 2-ന് ഗാന്ധി ജയന്തിയുടെ ഒഴിവും ആ ഒരു രാഷ്ട്രപിതാവിൻ്റെ സ്മരണകളും ദീപ്തമായ ഓർമ്മകളുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പഠനത്തിൻ്റെയും സജീവമായ ഇടപെടലുകളുടെയും ഒരു അവിസ്മരണീയമായ ദിനത്തിൽ MSM 2ാമത്തെ ഒരു സാന്നിധ്യം വിദ്യാർത്ഥികൾക്കിടയിൽ അടയാളപ്പെടുത്തുകയായിരുന്നു. ആ ഒരു നോളജ് എന്ന പരീക്ഷയിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ MSMന്റെ ഈ പരീക്ഷയിൽ, ആദ്യം നടക്കുന്ന പരീക്ഷയിൽ പല നിലക്കും പങ്കാളികളായി. അതിൽ നിന്ന് ആദ്യത്തെ 100 വിദ്യാർത്ഥികളെ പ്രത്യേകം നമ്മൾ തിരഞ്ഞെടുക്കുകയും ആ 100 വിദ്യാർത്ഥികളിൽ പെട്ട ആളുകൾക്കുള്ള അവരിൽ ആദ്യത്തെ 1, 2, 3 റാങ്കുകൾ നേടിയ വിദ്യാർത്ഥിനികൾക്കുള്ള. അപ്പോ നിങ്ങൾ അറിയണം, ഒക്ടോബർ 2-ന് നിങ്ങൾ എന്തിനു തെരഞ്ഞെടുത്തു? അത് ഗാന്ധി ജയന്തി എന്ന് പറഞ്ഞ ഗാന്ധിജിയുടെ സ്മരണ പുതുക്കാൻ വേണ്ടി. അപ്പൊ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങൾ ആ നേതാവിന്റെ ഓർമ്മ പുതുക്കാൻ
വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, ലോകത്തിന്റെ ഗുരു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് മുഴുവൻ റഹ്മത്താ. ആ റസൂലുള്ളാഹിന്റെ ജന്മദിനം റസൂലുള്ളാഹി തന്നെ ഉദ്ഘാടനം ചെയ്തതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത്. ഇനി നിങ്ങൾ ആലോചിച്ചോ, ഇനിയിപ്പോ നമുക്ക് വേറൊരു കംപ്ലൈന്റ് ഉള്ളത് എന്താ? പലപ്പോഴും പറയുന്ന സംഗതി, ഉസ്താദെ നബിദിനം ആഘോഷിക്കുന്നതിന്റെ പുറമെ കുഴപ്പം എന്താ അറിയോ? നിങ്ങളെ മൗലിദിൽ മുഴുവൻ കള്ളത്തരാണ് ഇതാണ്. പിന്നെ വേറെ അങ്ങനെയാണ്, മൗലിദിൽ ശിർക്കുണ്ട് ഇതാണ്. അപ്പൊ നമ്മളൊന്ന് പരിശോധിക്കാം, മൗലിദിൽ ശിർക്കുണ്ടോ ഇല്ലേ? നിങ്ങൾ മനസ്സിലാക്കണം, ശിർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ഭയങ്കര തെറ്റാ. ശിർക്ക് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ആ ശിർക്കാണ് നമ്മുടെ പേരിൽ ഇവർ ആരോപിച്ചത്. പക്ഷേ അൽഹംദുലില്ലാഹ്, ശിർക്ക് ആരോപണത്തിന്റെ മുഴുവൻ കഥയും തീർന്നിട്ടുണ്ട് എന്നത് ഈ വല്ലപ്പോഴും ഞാൻ ഇവിടെ വ്യക്തമാക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ അതൊന്ന് പഠിക്കാൻ നോക്കാം. നമ്മൾ ഓതുന്ന മൗലിദുകൾ ഓരോ നമുക്ക് എടുക്കാം. മങ്കൂസ് മൗലിദ് ഞങ്ങളെല്ലാവരും ഓതുന്ന മൗലിദാ. എല്ലാ സമയത്തും ഞങ്ങൾ ഓതലുണ്ട്, പറയലുണ്ട്. ഇവിടെ നമ്മള് വല്ലപ്പുഴയിലെ 2 വ്യവസ്ഥയിൽ നമ്മൾ പറഞ്ഞു, മങ്കൂസ് മൗലിദിന്റെ ആദ്യത്തെ വരി മുതൽ അവസാനത്തെ വരി വരെ ഞങ്ങൾ വിശദീകരിച്ചു തരാം. വാദപ്രതിവാദത്തിന് തയ്യാറുണ്ടോ? തയ്യാറായിട്ടില്ല, ഇനി തയ്യാറാവുകയുമില്ല. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചോളൂ. മുജാഹിദ് ബാലുശ്ശേരി ഒന്ന് കൊണ്ടുപോകാം. സക്കരിയ ടീമാണല്ലോ ഇവിടെ ഉള്ളത്, അതുകൊണ്ട് അയാളെ നേതാവാണ്, അവരെ നേതാവാണ് ബാലുശ്ശേരി. ബാലുശ്ശേരിനെ പുറത്താക്കി, എല്ലാവരും പുറത്താക്കി. അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. ബാലുശ്ശേരി ഒന്ന് ഇർത്തഖബത്ത് ചൊല്ലാൻ പോവാണ്. ശരിക്കും ശ്രദ്ധിക്കണം. ഇപ്പോ മൗലിദിന് തെളിവായി, നിങ്ങളെ തെളിവ് ഞങ്ങൾ കാത്തിരിക്കാണ്. അതവിടെ ഉണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് വിട്ടിട്ടില്ല. ഇനി നബിദിനത്തിലുള്ള പ്രശ്നം മൗലിദ് ഓതുന്നുള്ളതാണ്. മൗലിദിൽ എപ്പോഴും ഓതുന്ന മൗലിദ് മങ്കൂസ് മൗലിദാ. മങ്കൂസ് മൗലിദിലെ ഏറ്റവും പ്രശ്നമുള്ള വരി ഏതാ? അത് മുജാഹിദ് പറയുന്നത്, ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസിരിൻ വഅദദ് ലക അസ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ബാലുശ്ശേരി പാടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. പാടുന്ന ബാലുശ്ശേരിയാണ്, മൊത്തം മഖ്റജൊക്കെ തെറ്റായിരിക്കും. അയാൾ മദ്രസയിലൊന്നും പോയില്ല. കാഫൊന്നും മൂപ്പർക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോ വാഹദദ് എന്നൊക്കെ പറയും, അവിടെ അയിനാണ് വാഹദദ്. അത് പിന്നെ നിങ്ങൾ മാപ്പ് ചെയ്ത് കൊടുത്തോളൂ. പാടുന്ന സാധനം അയാളാണല്ലോ. ലാസ്റ്റ് അയാൾ ഒരു പോയിന്റ് പറയുന്നു, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അയാളൊന്ന് പറഞ്ഞോട്ടെ. മങ്കൂസിലൂടെ ഇർതഖബത്തുലൂടെ ചെല്ലുന്നത് ഇതാണല്ലോ, ഇർതഖബതു അലൽ ഖതാ ഗൈറ ഹസിരി വഹദത് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. പാപമെന്ന വാഹനമിൽ അറ്റമില്ല ഞാൻ കേറി, അങ്ങയോട് ന്യായം ഞാൻ സയ്യിദി ഖൈറൻ നബി. ഇതിന് ഏത് ഖുർആനിക വചനാ തെളിവ്? അപ്പൊ പറയും വലു അന്നഹും. അങ്ങനെ ഒരു ആയത്ത് തന്നെ ഖുർആനിലില്ല. ഞെട്ടിയോ? വലു അന്നഹും എന്ന് തുടങ്ങുന്ന ആയത്ത് ഖുർആനിലില്ല. ഇല്ല, വലു അന്നഹും എന്ന് തുടങ്ങുന്ന ആയത്ത് ഖുർആനിലില്ല എന്നാണ് ഒരു സ്ഥലത്ത് നിന്ന് സഖാഫി ചോദിച്ചത്. ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഒരു ആയത്തില്ല ഖുർആൻ. സത്യ, വലു അന്നഹും എന്ന് തുടങ്ങുന്ന ഒരു ആയത്തില്ല. പച്ച നോണ പറഞ്ഞൊരു സത്യാണ്. പാറക്കൊരി മാത്രം പണിയെടുത്താൽ മതിയോ? ഇടയ്ക്കിടക്ക് ആ ഖുർആനൊക്കെ ഒന്ന് എടുത്തു നോക്കട്ടെ. ഇവരാ വലിയ നേതാവ്. വലവന്നൊന്നും ആയത്തന്നെ ഖുർആനിലില്ല, തുടങ്ങുന്ന ആയത്ത്. 4 ആയത്തെങ്കിലേ വിശുദ്ധ ഖുർആനിൽ. നിങ്ങൾ ആലോചിക്കണം. ഇത് പറയുമ്പോൾ എനിക്കൊരു സംഭവം ഉണ്ടായി. എന്താണെന്നറിയോ? ഇത് അയാൾ ഇന്നലെയും പറഞ്ഞു എന്നല്ല, 2 വർഷം മുമ്പ് പ്രസംഗിച്ചതാണ് ഈ പ്രസംഗം. ഇയാളിത് പ്രസംഗിച്ച അന്ന് തന്നെ നമ്മൾ കളിപ്പെടാൻ തുടങ്ങി. നമ്മൾ പറഞ്ഞു. അന്ന് ഇയാളൊരു സുഹൃത്തുണ്ടായിരുന്നു, അനസ് മൗലവി. അനസ് മൗലവി എന്ന് പറഞ്ഞാൽ ഔദ്യോഗിക വിഭാഗത്തിന്റെ ആളായിരുന്നു. സക്കരിയ സലായും അനസ് മൗലവിയും കായക്കൊടി ഹനീഫ് മൗലവിയും ബാലുശ്ശേരിയും ഒക്കെ ഒറ്റ ഗ്രൂപ്പായിരുന്നു. ബാലുശ്ശേരിയുടെ ഉറ്റ സുഹൃത്തായിരുന്നു അനസ് മൗലവി. എറണാകുളത്ത് ഒരു സ്ഥലത്ത് വന്നിട്ട് ഇയാൾ പ്രസംഗിച്ചു. ആര്? അനസ് മൗലവി. എനിക്ക് മറുപടി പറയാൻ വേണ്ടി വന്നതാണ്. എന്നിട്ട് പറഞ്ഞു, കണ്ടോ നമ്മളെ പാപം ബാലുശ്ശേരിയുടെ പേരിൽ അഹ്സനി ആരോപണം പറഞ്ഞതാണ്. അയാൾ അത് പറഞ്ഞിട്ടില്ല. വലവന്നഹും എന്ന ആയത്ത് ഖുർആനിലില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞു ഭയങ്കര പ്രസംഗം. അങ്ങനെ കാലം കുറെ കഴിഞ്ഞു പോയി. കഴിഞ്ഞ മാസം ഗ്രൂപ്പ് പിന്നിയായി. ഓരോ ദിവസവും ഗ്രൂപ്പ് ആവല. ബാലുശ്ശേരി ഒരു ഗ്രൂപ്പിലും മനസ്സ് വേറെ ഗ്രൂപ്പിലും ആയി. രണ്ടാളും തെറ്റി. അപ്പഴതാ പുതിയ പ്രസംഗം മനസ്സ് മൗലവി. എന്താ പറയുന്നത്? മുജാഹിദ് ബാലുശ്ശേരി മഹാകള്ളനാണ്, അയാളെ സ്വീകരിക്കാൻ പാടില്ല, അയാള് ഖുർആനിൽ വരെ തിരിമറി നടത്തിയ ആളാണ്. അപ്പൊ നമ്മൾ നോക്കുമ്പോ എന്താ സംഭവം? ഞാൻ വിചാരിച്ചു പുതിയ വല്ല തിരിമറി ഉണ്ടോ, ക്ലിപ്പിടാൻ പറ്റുമോ നോക്കിയതാ.
അപ്പൊ നോക്കുമ്പോ 2 കൊല്ലം മുമ്പ് നമ്മൾ പറഞ്ഞതിനാണ് ഇപ്പൊ ഇയാൾ പറയുന്നത്. വലുവന്നഹും എന്ന് തുടങ്ങുന്ന ആയത്ത് ഖുർആനിലില്ല എന്ന് പറഞ്ഞ ആളാണ് ബാലുശ്ശേരി. അത് ഖുർആനിൽ കൃത്രിമം കാണിച്ചതാണ്. അൽഹംദുലില്ലാഹ്, ഞങ്ങൾ പറയുന്നത് പിന്നെ നിങ്ങളെ കൊണ്ട് അല്ലാഹു പറയിപ്പിക്കുകയാണ്. ഇത് സുന്നത്ത് ജമാഅത്തിന്റെ വിജയമാണ്. ഇൻഷാ അല്ലാഹ് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞ പോലെ മുജാഹിദാകുന്ന കപ്പൽ കടലിലേക്ക് താഴുക തന്നെ ചെയ്യും. അതിൽ യാതൊരു തർക്കവുമില്ല. കണ്ടോളൂ നിങ്ങൾ ഇപ്പോൾ പുതിയ പ്രസംഗത്തിൽ അനസ് മൗലവി പറയുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു വിശുദ്ധ ഖുർആനിൽ കൃത്രിമം കാണിച്ചു എന്നുള്ളത്. മാന്യ സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഈ വ്യക്തി തന്നെ പ്രസംഗിച്ച ഒരു പ്രസംഗം, ആ പ്രസംഗത്തിലെ ഒരു പരാമർശം, അപ്പൊ പറയും വലു അന്നഹും, അങ്ങനെ ഒരു ആയത്ത് ഖുർആനിൽ ഇല്ല. ഞെട്ടിയോ? വലു അന്നഹും എന്ന് തുടങ്ങുന്ന ആയത്ത് ഖുർആനിലില്ല. ഇല്ല, വലു അന്നഹും എന്ന് തുടങ്ങുന്ന ആയത്ത് ഖുർആനിലില്ല എന്നാണ് ഒരു സ്ഥലത്ത് സഖാഫി. ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ആയത്തില്ല ഖുർആനിൽ. സത്യ വലു അന്നഹും എന്ന് തുടങ്ങുന്ന ഒരു ആയത്തില്ല. കണ്ടോ, 4 ആയത്തുണ്ട് ഖുർആനിൽ. അതാ ഒരായത്തല്ല, 4 ആയത്തുണ്ട് അല്ലാഹുവിന്റെ ഖുർആനിൽ. വലൗ അന്നഹും എന്ന് തുടങ്ങുന്ന ഒരായത്ത് വിശുദ്ധ ഖുർആനിൽ ഇല്ല എന്ന് പരസ്യമായി ഇദ്ദേഹം പ്രസംഗിക്കുകയാണ്. ഇതൊരാൾ എടുത്ത് ക്ലിപ്പാക്കിയിട്ട് കേരളത്തിൽ ഇറങ്ങിയിട്ട് പൊതുജനങ്ങളോട് പറയാ, അല്ല നമ്മുടെ ബാലുശ്ശേരിക്കാരൻ മൗലവി എന്ന് പറയുന്ന ആള് അള്ളാന്റെ പേരിൽ കൃത്രിമം കാണിച്ചിരിക്കുന്നു. കാരണം വലൗ അന്നഹും എന്ന് തുടങ്ങുന്ന ഒരായത്ത് ഖുർആനിൽ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 103-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയുന്നു, വലൗ അന്നഹും ആമനൂ വത്തഖൗ ലമസൂബത്തും മിൻ ഇൻദില്ലാഹി ഖൈറുൻ ലൗ കാനൂ യഅലമൂൻ. വിശുദ്ധ ഖുർആനിലെ ആയത്ത് തുടങ്ങിയത് വലൗ അന്നഹും എന്ന് പറഞ്ഞുകൊണ്ടാണ്. വീണ്ടും വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ സൂറത്ത് മാഇദയിലെ 66-ാമത്തെ ആയത്തിൽ കാണാം, വലൗ അന്നഹും അഖാമുത് തൗറാത വൽ ഇൻജീല വമാ ഉൻസില ഇലൈഹിം മിർ റബ്ബിഹിം തുടങ്ങിയത് വലൗ അന്നഹും എന്ന് പറഞ്ഞുകൊണ്ടാണ്. വീണ്ടും വിശുദ്ധ ഖുർആൻ മറിച്ചാൽ കാണാം, അതേ സൂറത്തു തൗബയിലെ 59-ാമത്തെ ആയത്ത്, വലൗ അന്നഹും റദൂ മാ ആതാഹുമുല്ലാഹു വറസൂലു. വീണ്ടും വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ കാണാം, സൂറത്തു ഹുജറാത്തിലെ 5-ാമത്തെ ആയത്ത്, വലൗ അന്നഹും സബറൂ ഹത്താ തഖ്റുജ ഇലൈഹിം ലകാന ഖൈറൻ ലഹും വല്ലാഹു ഗഫൂറുർ റഹീം. 4 ആയത്ത് ഖുർആനിലുണ്ട് വലൗ അന്നഹും എന്ന് തുടങ്ങുന്നത്. അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടാ എന്താ തോന്നുക? ഖുർആൻ ഒറ്റ ആയത്തില്ല എന്നാണ്. സംശയമുണ്ടോ? ഒറ്റ ആയത്തില്ല. കാര്യം മൂപ്പര് സോളിഡ് പ്രൂഫും സിമെന്റ് പ്രൂഫൊക്കെയാണ്. അങ്ങനെയാണ്, വെറുതെ ഒന്നും പറയൂല. സോളിഡ് പ്രൂഫ് ഉണ്ടാവും, പിന്നെ സിമെന്റ് ഉണ്ടാവും, പിന്നെ കട്ട ഉണ്ടാവും. അങ്ങനെ വെച്ചിട്ട് മൂപ്പര് മേസ്തിരിപ്പണി നടത്തല ഇടക്കിടക്ക്. അപ്പൊ ഇത് കേൾക്കുമ്പോ സാധാരണക്കാർ വിചാരിക്കും ഇങ്ങനെയൊക്കെ തന്നെ, ഇത് ഇദ്ദേഹം പറയുന്ന പോലെ തന്നെ. നല്ല 4 ആയത്തുണ്ട്. അല്ല മൗലവി, ഈ ആയത്ത് അന്നില്ലായിരുന്നോ ഖുർആനിൽ? അപ്പൊ ഇയാളല്ലേ ന്യായീകരിച്ചത്? എനിക്ക് കഥയിൽ ചോദ്യമല്ല, ഇത് മുജാഹിദ് പ്രസ്ഥാനം. ഇത് അതും അതിലപ്പുറമൊക്കെ പറയും. ഗ്രൂപ്പിസത്തിന് വേണ്ടി എന്ത് തോന്നിവാസവും ന്യായീകരിക്കും. അതല്ലേ ന്യായീകരിച്ച ആളെന്നെ എതിർത്തത്. മാത്രമല്ല, ഇനി ഞാൻ ഒരു സന്തോഷ വാർത്ത കൂടി പറയാം. ഈ വല്ലപ്പുഴയിൽ വന്നിട്ട് എത്ര ഈ സക്കരിയ ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട്, ബാലുശ്ശേരി പ്രസംഗിച്ചിട്ടുണ്ട്, ഹലാലും ഒക്കെ പറഞ്ഞെന്താ? മൗലൂദിൽ ശിർക്കുണ്ട്, ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസലിൻ ബാദദ് യാ സയ്യിദ സാദാതി ജിതുക ഖാസിദ. എന്തെല്ലാം ശിർക്കാ. ഞാനിപ്പോ 2-3 മാസം മുമ്പ് ഒരു ചങ്ങാതിന്റെ അടുത്ത് വന്നു. ഓൻ പറഞ്ഞു, ഞാൻ ഷറഫുലനാ മോദി മുജാഹിദായ ആളാണ്. ഞാൻ പറഞ്ഞു, ഞങ്ങളൊക്കെ ഷറഫുലനാ മോദാൻ തുടങ്ങിയിട്ട് കാലത്തായി, നീ മാത്രം മുജാഹിദായി പോയി. ഉസ്താദെ, അതിന് ഭയങ്കര ശിർക്കുണ്ട്, നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാന്ന് പറഞ്ഞു. എന്നാ പാട് ശിർക്ക്. അയാൾ പാടി തന്നതാ, അബ്ദുകൽ മിസ്കീനു യർജു ഫദ്ലകൽ ജമ്മൽ ഗഫീറു. എന്താ നിങ്ങൾ അതിന്റെ അർത്ഥം എന്ന് പറയുസ്താദെ? ഞാൻ പറഞ്ഞു, അബ്ദുക്കൽ മിസ്കീനു നബി, അങ്ങയുടെ സാധുവായ അടിമ. നമ്മൾ അല്ലാഹുവിന്റെ അടിമല്ലേ, പിന്നെ റസൂലിന്റെ അടിമാവുക? ശിർക്കല്ലേ. ഞാൻ അയാളോട് ചോദിച്ചു, മോനെ, നീ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ അറിയുമോ? അറിയാം. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ മദീനയിൽ ഇസ്ലാമിന്റെ ഭരണം ഏറ്റെടുത്ത 1-ാമത്തെ ദിവസം നടത്തിയ പ്രസംഗം കേട്ടിട്ടുണ്ടോ? അത് കേട്ടിട്ടില്ല. എന്നാൽ അതൊന്ന് കേൾക്കണം. ഉമർ തങ്ങൾ 1-ാമത്തെ ദിവസം നടത്തിയ പ്രസംഗം ഇമാം ഹാക്കിം തങ്ങളുടെ അൽ മുസ്തദറക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണത്? അവിടുന്ന് പറഞ്ഞു, റസൂലുള്ളാഹിനെ വർണ്ണിച്ചുകൊണ്ട് പറഞ്ഞു, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കുൻതു അബ്ദഹു വ ഖാദിമഹു, ഞാൻ നബി തങ്ങളുടെ അടിമയായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് ഉമർ തങ്ങൾ മുശ്രിക്കാ?
അപ്പൊ അയാൾ ചോദിക്കാൻ ഉസ്താദേ എന്നാ പിന്നെ അബ്ദ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നാ പിന്നെ ആദ്യം തന്നെ ചോദിച്ചാ പോരാ. അബ്ദ് എന്ന വാക്ക് രണ്ട് രൂപത്തിൽ ഉപയോഗിക്കും. അള്ളാന്റെ അടിമ എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മുടെ ആരാധ്യനാണ്, അള്ളാഹു നമ്മുടെ ഇലാഹാണ്, അള്ളാഹു നമ്മുടെ സൃഷ്ടാവാണ്. ആ നിലക്ക് നമ്മൾ അള്ളാഹുവിന്റെ അടിമ. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞാലും നമ്മൾ അംഗീകരിക്കാൻ സന്നദ്ധനാണ്. അതാണ് നബിയുടെ അടിമ എന്ന് പറഞ്ഞത്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞ വാക്ക് ഇമാം ഹാക്കിം തങ്ങൾ ലോകപ്രസിദ്ധ ഗ്രന്ഥമായ അൽ മുസ്തദറക്കിൽ എടുത്തു കൊടുത്തിട്ടുണ്ട്. കണ്ണുള്ള മൗലവിമാരെ ഒന്ന് നോക്കി പഠിച്ചിട്ട് വാ. ഏതായാലും എന്തായെന്നറിയാം. അതാ ഞാൻ പറയുന്ന വാർത്ത എന്ന് പറഞ്ഞു. ശിർക്ക് 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 എന്ന് പറഞ്ഞ് ഇപ്പൊ മൗലവിമാർക്ക് ബോധം വെച്ച് തുടങ്ങിയിട്ടുണ്ട്. എടുക്ക് ബാലുശ്ശേരിയെ പുതിയ പ്രസംഗം ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിക്കാൻ പോകും. എന്താ പറയുന്നത് ഇപ്പോ? അൽഹംദുലില്ലാഹ് നമ്മൾ പറയുന്ന വല്ലപ്പുഴയിലെ ആളുകൾ ചിലപ്പോൾ മുജാഹിദുകൾക്ക് കഥ അറിഞ്ഞിട്ടുണ്ടാവില്ല. നമുക്കൊന്ന് അറിയിച്ചു കൊടുക്കുമാണല്ലോ. കാലം മാറിയിട്ടുണ്ട് മൗലവിമാരെ. ഇപ്പൊ ബാലുശ്ശേരി പറയാണ്, മക്കളെ ഒരാളെയും നമ്മൾ മുശ്രിക്കെന്ന് വിളിക്കാൻ പാടില്ല, ഒരു സംഗതിയും നമ്മൾ ശിർക്കാണെന്ന് പറയാൻ പാടില്ല. എന്താ കാരണം? ഇയാള് മുശ്രിക്കാന്ന് ഇയാളെ പ്രസിഡന്റ് പറഞ്ഞു. അതാ പ്രശ്നമായത്. ബാലുശ്ശേരി മുശ്രിക്ക്, ഹുസൈൻ സലഫി മുശ്രിക്ക്, സാജിദ് രങ്ങാടി മുശ്രിക്ക്, നമ്മൾ പറഞ്ഞതല്ല, അവന്റെ നേതാക്കൾ തന്നെ പറഞ്ഞപ്പോ ഇയാള് നേതാക്കളോടാവാത്, നമ്മളോടല്ല, നേതാക്കളോട് പഠിപ്പിക്കുകയാണ്. ബാലുശ്ശേരി സക്കരിയാക്കളാണല്ലോ വല്ലപ്പുഴയിലുള്ളത്, നിങ്ങളെ നേതാവല്ലേ ബാലുശ്ശേരി. ബാലുശ്ശേരി ഇപ്പൊ പറഞ്ഞ എന്താ അറിയോ? ഒരു വാചകം ഒരാള് പറഞ്ഞാൽ അയാളെ മനസ്സ് നോക്കാതെ ശിർക്കാണെന്ന് പറയാൻ പാടില്ല. അൽഹംദുലില്ലാഹ് നമ്മൾ വിജയിച്ചു. ഒരാളൊരു വാക്ക് പറഞ്ഞ ഓനോട് ചോദിക്കണം, മോനെ നീ എന്താ ഉദ്ദേശിച്ചത്? അത് ചോദിക്കാതെ അവനെ മുശ്രിക്കെന്ന് പറയാൻ പാടില്ല. എത്ര നല്ല പ്രസ്താവന. മാത്രമല്ല മുജാഹിദ് ബാലുശ്ശേരി ഒന്നുകൂടി പറഞ്ഞു, നിങ്ങൾക്ക് ഓർമ്മണ്ടോ? മുജാഹിദിന്റെ പ്രസംഗത്തിൽ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും, മഹാനായ വൈലത്തൂർ തങ്ങൾ പാപ്പ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ, ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പ മദ്രാസിൽ ചെന്നപ്പോ, ചെന്നൈയിൽ ചെന്നപ്പോ അവിടെ ഒരു മക്ബറിന്റെ മുന്നിൽ ചെന്നു. മക്ബറയുടെ മുകളിൽ ഒരു പുതപ്പിട്ടിട്ടുണ്ട്. തങ്ങളവറുകൾ അതിന്റെ താഴ്ഭാഗം പിടിച്ചൊന്ന് ചുംബിച്ചു. ചുംബിക്കണമെങ്കിൽ ഒന്ന് കുമ്പിടണല്ലോ, കാലുകൊണ്ട് നടക്കൂലല്ലോ ചുംബിക്കാന്ന് പറഞ്ഞാൽ. മൗലവിമാർ അതിന്റെ ഫോട്ടോ എടുത്തിട്ട് പറഞ്ഞു, കണ്ടോ വൈലത്തൂർ തങ്ങൾ ഖബറിന് മുന്നിൽ സുജൂദ് ചെയ്യുന്നു. തങ്ങൾ പറഞ്ഞു, മക്കളെ ഞാൻ സുജൂദ് അല്ല ചെയ്തത്, പറ്റൂല, നിങ്ങൾ സുജൂദ് തന്നെ ചെയ്തത്. എന്താ ചെയ്യാ? പണ്ട് ഡോക്ടർ പറഞ്ഞ ഒരാൾ മരിച്ചിരുന്നു. അങ്ങനെ അയാളെ കുളിപ്പിക്കാൻ നേരത്ത് അയാളെ എഴുന്നേറ്റിരുന്നു. അപ്പൊ കുളിപ്പിക്കുന്ന ആള് പറയാണ്, കേൾക്കണ അവിടെ ഡോക്ടർ പറഞ്ഞല്ലേ മരിച്ചിരുന്നു എന്ന് പറയാൻ പറ്റുമോ? അത് ഇയാളല്ലേ പറയേണ്ടത്. ഇതുപോലെ തങ്ങൾ പറഞ്ഞു, ഞാനൊരു മൗലവിനോട് ചോദിച്ചു, മൗലവി ഖബറിന്റെ മുന്നിൽ സുജൂദ് ചെയ്തു ഞങ്ങളെ വാദം. അതെ, സുജൂദാകണമെങ്കിൽ എത്ര അവയവം നിലത്ത് വെക്കണം? 7 അവയവം വെക്കണ്ടേ? അപ്പൊ മൗലവി പറയാണ്, നിങ്ങളാ പറഞ്ഞ നിബന്ധന നിസ്കാരത്തിലെ സുജൂദിനല്ലേ, ഇത് പിന്നെ നോമ്പിന്റെ സുജൂദാ. അങ്ങനെ ഒരു വിവാദം നടന്നു. ഇപ്പൊ മൗലവി പറയുന്ന കേട്ടോ, എന്തൊരു സൂക്ഷ്മത അറിയോ? ഒരാള് ബിംബത്തിന്റെ മുന്നിൽ സുജൂദിലായി കിടക്കുന്നത് കണ്ടാലും അവന്റെ ഉദ്ദേശമറിയാതെ അവനെ മുശ്രിക്കെന്ന് പറയരുത്. കാരണം ചിലപ്പോൾ അവന്റെ കീശയിൽ നിന്ന് കാശ് പോയത് തെരയാൻ വേണ്ടി കിടന്നതാകാ. എന്തൊരു സൂക്ഷ്മതയത്. അപ്പൊ ലെവലായി വരുന്നുണ്ട്. നിങ്ങൾ ശരിക്കും പിടിച്ചോ, ഞാനിപ്പോ റെഡിയാക്കി തരാം. ബാലുശ്ശേരി ഇത് പറഞ്ഞിട്ട് ഓനെ കൊണ്ട് തന്നെ നമ്മളെ മനസ്സും പറയിപ്പിക്കും. ഇൻഷാ അല്ലാഹ്. പറയൂ ബാലുശ്ശേരി. ഇല്ലേ കെ എം മൗലവി നിങ്ങൾ ആദരിക്കുന്നില്ലേ? ബാക്കി വിട്ടോ. കെ എം മൗലവി പറയാണ് അൽ മുർഷിദിലെ ഒരാള് ഒരു ശിർക്കിന്റെ വാചകം പറഞ്ഞാൽ പോലും അയാളോട് ചോദിക്കണം, എന്താ നിങ്ങൾ പറയാൻ കാരണം? നിങ്ങൾക്ക് എന്താ പറ്റിയത്? ഏത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പറഞ്ഞ് എന്ന് ചോദിച്ച് അതിൽ ശിർക്കിന്റെ വശം ഉണ്ടെങ്കിലും മാത്രമല്ലാതെ അയാൾ ശിർക്കൻ വിശ്വാസക്കാരനെന്ന് പറയരുതെന്ന കെ ഉമർ മൗലവി സാഹിബ് ഒരു ബിംബത്തിന് മുമ്പിൽ ഒരാൾ വീണെടുക്കുക, അവനെ പറ്റി ഓൻ വിഗ്രഹാരാധന എന്ന് പോലും പറയരുത്. കാരണം ഓൻ അവിടെ എത്തിയപ്പോ ബോധം കെട്ടതാവാം, അല്ലെ ഓന്റെ പൈസ പോയിട്ട് ആ വിഗ്രഹത്തിനുള്ളിൽ കുനിഞ്ഞു നോക്കിയതാവാം. ഞാൻ പറയുന്നത് ഇവിടെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ശിർക്കാണ്. എന്ത് കേട്ടാലും ജമാഅത്തെ ഇസ്ലാമിയായിരുന്നു. നോക്ക് സീറിൽ വിശ്വസിച്ച ശിർക്ക് മടപൂരികൾക്ക്
ജിന്നിനെ ഭൗതികമാണ് വിശ്വസിച്ച ശിർക്ക്, മലക്കിൽ വിശ്വസിച്ച ശിർക്ക് ആർക്ക്? ഇവിടുത്തെ മടവൂരികൾക്ക്. അപ്പൊ ഓനൊരു കുഴപ്പമില്ല. ഇത് ഇങ്ങക്കൊക്കെ ഉള്ള കുഴപ്പല്ലേ? ഷറഫലനാമോദിയ ശിർക്ക് മൗലൂദ് ഇപ്പൊ പറയാ. ഇർത്തക്കബത്ത് ചൊല്ലിയ ഓനോട് ചോദിക്കണം, മോനെ നീ എന്താ ഉദ്ദേശിച്ചത്? നിങ്ങൾ ഇക്കാലം വരെ ഞങ്ങളോട് ചോദിച്ചിരുന്നത് ഉണ്ടോ? ഇനി ഞങ്ങൾ പറഞ്ഞിട്ട് പഠിച്ചോ. ഞങ്ങൾ മൗലിദ് ഈ പോയിന്റ് നിങ്ങൾ ഇവിടെ ഏത് മനസ്സ് നോക്കിയിട്ടല്ലാതെ ശിർക്ക് പറയരുത്. അൽഹംദുലില്ലാഹ് ഞങ്ങൾ തുടങ്ങി വെച്ച പോയിന്റതാണ്. ഞങ്ങൾ ഇർത്തഖബത്ത് ചൊല്ലുന്നു, റസൂലുള്ളാഹിനോട് സങ്കടം പറയുന്നു, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവലാതി പറയുന്നു. ഞങ്ങളെ മനസ്സ് കേട്ടോ മുജാഹിദേ, ഈ ഇരിക്കുന്ന സുന്നികൾ, ഈ കാണുന്ന സുന്നികൾ ഞങ്ങളാരും അല്ലാഹുവിന്റെ പുറമെ നബിതങ്ങളോ മുഹയ്യദ്ദീൻ ശൈഖോ ബദരീങ്ങളോ അവരാരും ഇലാഹാണെന്നോ അവരാരും ദൈവമാണെന്നോ ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല. ഞങ്ങളെ പള്ളിയിൽ നിന്ന് ഹയ്യ അലസ്സലാ നിസ്കരിക്കാൻ വരൂന്ന് വിളിക്കുമ്പോഴും ഞങ്ങൾ പറയുന്ന മറുപടി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. മേലയായ ഞങ്ങളെ റബ്ബ് ഞങ്ങൾക്ക് കഴിവ് തന്നാലല്ലാതെ ഞങ്ങളെ വിരലനക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. ഞങ്ങൾ വിശപ്പുണ്ടാകുമ്പോ ഭക്ഷണം കഴിക്കുന്നു. ഞങ്ങളെ വിശ്വാസം ഭക്ഷണത്തിന് വിശപ്പ് മാറ്റാൻ കഴിയില്ല. മാറ്റുന്നവൻ അല്ലാഹുവാണ്. ഭക്ഷണം അതിന്റെ കാരണമാണ്. ഡോക്ടറെ സമീപിക്കുമ്പോഴും ഞങ്ങളെ നിയ്യത്തതാ അല്ലാഹുവാണ് രോഗം മാറ്റുന്നവൻ. ഡോക്ടറും മരുന്നും കാരണമാണ്. ഇതുപോലെ ഞങ്ങളെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇർതകബതു അലൽ ഖതാ ഞങ്ങളെ തെറ്റ് ചെയ്തു പോയി അങ്ങയോട് അപരാധി ബോധിപ്പിക്കുന്നു എന്ന് പറയുമ്പോഴും ഞങ്ങളെ മനസ്സിലുള്ളത് ഞങ്ങളെ തെറ്റുകൾ പുറത്തു തരുന്നവൻ അല്ലാഹുവാണ്. നബി തങ്ങൾ അതിന്റെ ശുപാർശകർ മാത്രമാണ്. റസൂലുള്ളാഹി തങ്ങളുടെ ശുപാർശ കാരണമായി അല്ലാഹു ഞങ്ങൾക്ക് പുറത്തു തരണം. റസൂലുള്ളാഹി തങ്ങളെ മുഅ്ജിസത്ത് കാരണമായി അല്ലാഹു ഞങ്ങൾക്ക് രോഗം മാറ്റി തരണം. ഇതാ ഞങ്ങളുടെ നിയ്യത്ത്. മനസ്സിലായോ? ആ നിയ്യത്ത് ഈ ബാലുശ്ശേരിനെ പറയാൻ പോകുന്നു. ഇവിടെ നിന്ന് ശരിക്കും ശ്രദ്ധിക്കുക. കാരണം നമ്മളെ നിയ്യത്തിൽ കുഴപ്പമില്ല എന്ന് ബാലുശ്ശേരിക്ക് പോലും തിരിഞ്ഞു പോയി. ഇപ്പോ ബാലുശ്ശേരി പറയുന്നുണ്ട് സുന്നികളുടെ നിയ്യത്ത് എന്താണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ചരിത്രത്തിന് പല ഉദാഹരണങ്ങളും പറഞ്ഞു തരാം. കേരളത്തിൽ സമസ്തക്കാരായ ആളുകൾ അവരോട് സ്നേഹത്തോടെ നിങ്ങൾ ചോദിക്കുക, മൊയ്തീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് നിങ്ങൾ പറയാറുണ്ടോ? മമ്പറ നിങ്ങളെ കാക്കണേ എന്ന് നിങ്ങൾ പറയാറുണ്ടോ? ഉള്ളാളം നിങ്ങളെ രക്ഷിക്കണേ എന്ന് നിങ്ങൾ പറയാറുണ്ടോ? ആ സാധുക്കൾ പറയാതെ പറയാറുണ്ട്. അള്ളേനെ വിചാരിച്ചിട്ടാണോ? അല്ല. സ്വയം പര്യാപ്തത കൽപ്പിച്ചിട്ടാണോ? അല്ല. അല്ല കൊടുത്ത കഴിവെന്ന്. ശരിയല്ലേ? എന്റെ വ്യാഖ്യാനത്തിൽ തെറ്റുണ്ടോ? പറയാ മൊയ്തീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് പറയുന്നത് മൊയ്തീൻ ശൈഖിന് അല്ലാഹുവിനെ പോലെ സ്വയം രക്ഷപ്പെടുത്താൻ കഴിവുണ്ട് എന്ന വിശ്വാസത്തോടെയാണോ? അല്ല. എന്ന് പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പോയിന്റ്. അതറിഞ്ഞിട്ടും പിന്നെ ഞങ്ങൾ എന്തിനു മുശ്രിക്കാക്കി? മഹ്ശറയെ പേടിക്കണോ? അത് പറയാനുള്ളതല്ല, മഹ്ശറ പേടിക്കാനുള്ളതാണ്. ഞങ്ങൾ വരൂലേ? സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളല്ലേ മങ്കൂസ് മൗലിദ് എഴുതിയത്? ഞങ്ങൾ ഇർതകബത്ത് ചെല്ലുമ്പോൾ ഞങ്ങളെ മനസ്സിലുള്ളത് ഇയാൾ പറഞ്ഞില്ലേ? ഇപ്പോ പിന്നെ ഞങ്ങളെ എന്തിനു മുശ്രിക്കാക്കി? പറയണം നിങ്ങൾ മറുപടി. സമുദായത്തെ മുശ്രിക്കാക്കി. ഇതിപ്പോ കുത്തുബിയത്ത് ചെല്ലുമ്പോൾ ഞങ്ങളെ മുറാദ തന്നെയല്ലേ? എന്നിട്ട് ഇയാളെ ഉസ്താദിനോടൊരു ചോദ്യം, അതുകൂടി കേട്ടോ. സുല്ലമി അബ്ദുസ്സലാം സുല്ലമി ഉണ്ടല്ലോ, നമ്മളെ കരിമ്പിലാക്കലിന്റെ നേതാവ്, മടവൂരികളെ നേതാവ്. അയാൾ പറഞ്ഞപ്പോ എവിടെ എത്തിയ നിങ്ങള്? സംസം വെള്ളം കുടിച്ചാൽ കാഫിറാവുന്ന. എന്താ സംസം വെള്ളം കൊണ്ട് പനി മാറുന്നു നമ്മൾ അറിയുന്നുണ്ടോ? എങ്ങനെയെന്ന് അറിയില്ല. അപ്പൊ എങ്ങനെയെന്ന് അറിയാഞ്ഞാലൊക്കെ കാഫിറാ. മൂപ്പർക്ക് പിന്നെ എല്ലാം കാഫിറാ. സലാം സല്ലമി പറഞ്ഞു മലക്കുൽ മൗത്ത് റൂഹ് പഠിക്കുന്നു പറഞ്ഞാലും കാഫിറാവും. എങ്ങനെ? നമ്മളെ റൂഹ് പഠിക്കുന്ന ആരാ? മലക്കുൽ മൗത്ത് ഇസ്രായേൽ അലൈഹി ഇസ്ലാം അല്ലേ? അങ്ങനെ വിശ്വസിച്ചാൽ തന്നെ കാഫിറാവും. അതെന്താ കാരണം? മലക്കുൽ മൗത്ത് നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. അപ്പൊ കാണാത്ത മാർഗത്തിലൂടെ സഹായം അല്ലെങ്കിൽ ഉപദ്രവം രണ്ടാലും ഒന്നാണല്ലോ. മരണം എന്ന് പറഞ്ഞാൽ രണ്ടും കുഫ്റാണ്. അപ്പൊ ഈ ചങ്ങാതി ഉസ്താദിനോട് ചോദിക്കുക, അല്ല സുല്ലമി ഈ നിലക്ക് പോയാൽ ദുന്യാവിലുള്ളവരൊക്കെ മുശ്രിക്കാവൂലേ? അതാ ഞങ്ങൾ ഈ ചോദിക്കുന്ന നിങ്ങളോട്. നിങ്ങൾക്ക് ഈ ശിർക്ക് തിരിഞ്ഞിട്ടില്ല എന്ന് ഞങ്ങൾക്ക് പണ്ടന്നെ തിരിഞ്ഞു. നിങ്ങൾക്ക് ഇപ്പോഴാ തിരിഞ്ഞേ? ഉസ്താദിനോട് സുല്ലമി മുജാഹിദ് ബാലുശ്ശേരി ചോദിക്കുന്ന ചോദ്യം ഒന്ന് കേട്ടോളൂ നിങ്ങൾ. വ്യക്തമാവും കാര്യം. നമ്മളൊക്കെ ആളുകൾ മടവൂരികളാണ്. നമ്മൾ എന്ത് വിളിച്ച്? ജിന്നൂരികൾ അല്ലേ?
മടവൂരികൾ വിളിച്ചു. അത് എന്നെ നമ്മളെ KNM വിളിക്കുന്നെങ്കിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അത് കേരള നവ മടവൂരിയാണ് അല്ലെ? അല്ലെ, ഞാൻ ചോദിക്കട്ടെ, അല്ല നിങ്ങൾ ആലോചിക്കും, നമ്മളെ ചിന്നൂരികളിൽ നമ്മളെ വിമർശിച്ചുകൊണ്ട് മടവൂരികൾ വിളിക്കുന്നു. അതേ വിളി KJIന്റെ വണ്ടിയെ വിളിച്ചാലോ, KNMന്റെ വണ്ടിയെ വിളിച്ചാലോ, ISMന്റെ വണ്ടിയെ വിളിച്ചാലോ നമ്മൾ ഒരിക്കലും അവരോടൊപ്പം ചേർന്നടാ എന്ത് വെച്ചിടാ നിനക്ക്, അല്ലേ അല്ലേ അല്ലേ? അത്രേ ഉള്ളൂ. എന്താ നമ്മളവരാരും മലക്കൂരികൾ എന്ന് വിളിക്കാത്ത? നമ്മൾ മലക്കിലും വിശ്വസിക്കുന്നുണ്ട്, ഓർക്കുണ്ടോ അറിയില്ല. നമ്മൾ മലക്കിലും വിശ്വസിക്കുന്നുണ്ട്, നമ്മളെന്താ മലക്കൂരികൾ എന്ന് വിശ്വസിക്കാത്ത? മലക്കിന് പല കഴിവുണ്ട് നമ്മൾ വിശ്വസിക്കും അല്ലേ? ആ വിശ്വസിക്കൽ ശിർക്കാണെന്നാ മടപൂരികൾ. മലക്കിന് കഴിവുണ്ടെന്ന് വിശ്വസിച്ചാൽ ശിർക്കാണ്. കാരണം എന്താ? മലക്ക ഭൗതിക ജീവികൾ മാത്രമല്ല, മലക്കിന് കഴിവുണ്ടെന്ന് വിശ്വസിച്ചാലേ മുമ്പിനാവും, അല്ലെങ്കിൽ മുമ്പിനാവൂല. മലക്കിന് കഴിവുണ്ടെന്ന് വിശ്വസിച്ചാൽ അതെന്താ? മലക്കുൽ മൗത്ത റൂഹ് പിടിക്കുന്ന ഒരാൾ വിശ്വസിച്ചായിരിക്കും. ഓ മുശ്രിക്ക, സലാം സുല്ലമി പറയാ മുശ്രിക്ക, ഓ കാഫിറാൻ. ഞാനല്ലോ, ഞാനല്ല. സലാം സുല്ലമി പറയാൻ ആധികാരിക പുസ്തകത്തിൽ യുവത പ്രസിദ്ധീകരിച്ചെടുത്ത്. നിങ്ങൾ ആലോചിച്ചോ, ജിന്ന് ഉപദ്രവിക്കോ? പിശാച് മനുഷ്യനെ ഷെറിലേക്ക് നയിക്കോ? ആണ്. അപ്പൊ അത് ഉപദ്രവല്ലേ? ആണ്. അപ്പൊ പിശാചിന് ഉപദ്രവിക്കാൻ കഴിവുണ്ട് കാരണം മുശ്രിക്കാവോ? അപ്പൊ മുശ്രിക്കല്ലാത്ത ആരവിടെ ദുനിയാവില്? അമ്പിയാക്കളൊക്കെ മുശ്രിക്, ഔലിയാക്കളൊക്കെ മുശ്രിക്. അങ്ങനെയുണ്ടോ? ജമാഅത്തെ ഇസ്ലാമിക്ക് സംഭവിച്ച ഒരു ദുരന്തോ? അപ്പോഴും പേര് ജമാഅത്തിനാ. ഈ ഹൈവാൻ ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് രണ്ടാക്കും പറ്റിയ കുഴപ്പം ശിർക്കിന്റെ നിരമ്പാടറ്റി കണ്ടതൊക്കെ ശിർക്ക. ഇപ്പൊ നിങ്ങൾ തന്നെ പറയാ ഇങ്ങനായ ദുന്യാ. അതാ ഞങ്ങൾ ഈ പറയുന്നത്, ദുന്യാവിലുള്ളവരൊക്കെ ശിർക്ക് ചെയ്തവരാവും. എന്നിട്ട് എവിടെ എത്തിയരങ്ങൾക്ക് നമ്മളെ ഇർത്തക്കബത്തൊക്കെ കഴിഞ്ഞപ്പോ ഇപ്പൊ കാലം എവിടെ എത്തി? എടുക്ക് സക്കരിയനെ ഞാൻ കുറച്ചേ പ്രസംഗിക്കും, ബാക്കിയെല്ലാം ബല മൗലവിമാര് അവിടെ പ്രമാണമായിട്ട് വന്നോ? എടുക്ക് നോക്കുമാണത്, ഒന്ന് ശ്രദ്ധിക്കണേ. പ്രമാണം ശ്രദ്ധിക്കണ്ടല്ലോ, ചിലപ്പോ ഉണ്ടാവും, പറയാൻ പറ്റില്ല. ഏത് സെക്കൻഡിൽ നിങ്ങൾക്ക് വരാം. നിങ്ങൾ പ്രമാണമായിട്ട് വന്ന ഞാൻ നിങ്ങൾക്ക് മൈക്കം കൊഴിഞ്ഞു. പ്രമാണവുമായി വരുന്നവർക്ക് നേരെ സ്വാഗതം. ഇരിക്കട്ടെ സഹോദരങ്ങളെ, സക്കരിയ സലായിൻ ഒന്നെടുക്ക്, ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ ഇർത്തക്കബത്ത് ചൊല്ലിയപ്പോ യാ സയ്യിദ സാദാതി ജിതുക ഖാസിദാ അർജൂ ഹിമാക ഫലാ തുഖയ്യിബ് മഖ്സദി. നിങ്ങൾ പാടിയപ്പോ നിങ്ങൾ പറഞ്ഞു ശിർക്ക് ശിർക്ക് ശിർക്ക്. കാരണം കണ്ണിൽ കാണാത്ത ആളെ വിളിക്കാണ്. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ മൗലവി പറഞ്ഞ എന്താ കേട്ടോ? സക്കരിയ പറയാണ്, മക്കളെ നമ്മൾ ശിർക്ക് ശിർക്ക് എന്ന് പറഞ്ഞ അപകടത്തിൽ പെട്ടുപോകും. കാരണം മൂപ്പര് പറയുന്നു, ഒരു മൗലവി പുഴയിൽ വീടുന്നു. നിങ്ങൾ സങ്കല്പിച്ചോ, ഇൻഷാ അല്ലാഹ് ഈ വല്ലപ്പുഴയിൽ സർവ മുജാഹിദുകളുടെ ആശയവും ഞങ്ങൾ മുക്കിക്കൊല്ലുക തന്നെ ചെയ്യും, അതിൽ തർക്കമില്ല. ഇവിടെ തന്നെ നിങ്ങളുടെ നാശത്തിന്റെ തുടക്കമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, കൃത്യമാണ്. ഇൻഷാ അല്ലാഹ് സംവാദത്തിന് പൂതിയൊക്കെ നിങ്ങൾ തീർത്ത് തരുന്നുണ്ട്. പകുതി തീർന്നിട്ടുണ്ട്, ഇനി പകുതിയും കൂടി ഞങ്ങൾ ശരിയാക്കി തരാം ഇൻഷാ അല്ലാഹ്. എന്താ സക്കരിയ സലായി പറയാണ്, ഒരു മൗലവി പുഴയിൽ വീഴുന്നു. അപ്പോഴാണ് അയാൾ ഓർത്തത് നീന്താൻ പഠിച്ചിട്ടില്ല. നമ്മളെ ബാലുശ്ശേരിനാകട്ടെ, അയാൾ പുഴയിൽ വീഴും. പുഴയിൽ വീണപ്പോഴാ മൂപ്പരോർത്തത് നീന്താൻ പഠിച്ചിട്ടില്ല, ഒന്നും പഠിച്ചിട്ടില്ല. അപ്പൊ ബദരീങ്ങളെ വിളിക്കാൻ പറ്റോ? അപ്പോഴാ മൂപ്പരോർത്തത് മൗലൂദ് ചൊല്ലുന്നതല്ലേ ശിർക്കുള്ളൂ, ഇത് വലിയ പുഴയാണ്, ഇവിടെ വലിയ ജിന്നുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മൗലവി ഒറ്റ വിളിയാണ്, ജിന്നേ എന്നെ ഒന്ന് കാത്തിടണേ. എന്നാൽ അത് ശിർക്കാണോ? ശിർക്കല്ലേ? വല്ലപ്പുഴയിലെ മൗലവിമാരെ, നാസർ സലഫി അടക്കമുള്ള മൗലവിമാരെ, കുഞ്ഞുട്ടി ഹാജിയുടെ വെല്ലുവിളി സ്വീകരിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ കടന്നു വാ. ഒന്നുകൂടി ഞങ്ങൾക്ക് കിട്ടണം. ഈ വല്ലപ്പുഴ ടൗണിൽ വന്നുകൊണ്ട് ജിന്നിനെ വിളിക്കൽ ശിർക്കാണെന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഞങ്ങളെ വെല്ലുവിളിയാ. ഈ ജിന്നിനെ നിങ്ങൾ രക്ഷപ്പെടണ്ട. ചോദ്യം കഴിഞ്ഞിട്ടില്ല കേട്ടോ. കേട്ടോ, ചോദ്യങ്ങളൊക്കെ ഒന്ന് മനപ്പാടാക്കിക്കോ. എന്താ ചോദ്യം എന്നറിയോ? ഒരാള് പുഴയിൽ വീണു, മൗലവി വിളിച്ചു ജിന്നെ എന്നെ രക്ഷിക്കണേ. ശിർക്കല്ല, പക്ഷെ ഒരു ഷർത്തുണ്ട്, അത് നീ നാളെ പറഞ്ഞില്ല എന്ന് പറയണ്ട. പുഴയിൽ നിന്ന് ജിന്നിനെ വിളിക്കുമ്പോ റേഞ്ചിന്റെ ഉള്ളിലുള്ള ജിന്നിനെ വിളിക്കണം, അല്ലെങ്കിൽ ശിർക്കാകുന്ന. എപ്പിസ്താദ് കോഴിക്കോട്ട് നിന്ന് ചോദിച്ചു, ആ ടവറിന്റെ പരിധി എത്ര? അതാണ് ഇവരുടെ പ്രസംഗം. കേട്ടിട്ടില്ലേ പുതിയ പ്രസംഗം? ഹയ്യും ഖാദിറും ഹാദിറുമായ ജിന്നൻ. റാത്തീബ് അല്ലത്, പുതിയ പ്രസംഗം. എന്താ പറഞ്ഞത്? ഹയ്യും എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന, ഖാദിറും ജീവിച്ചിരിക്കുന്നവനും കഴിവുള്ളവനും,
ഹാദിർ, അവിടെ ഹാദിറായ ജിന്ന്. വല്ലപ്പുഴയിലെ മുജാഹിദേ, തൊലിക്കട്ടി ഉണ്ടെങ്കിൽ വാ, ഇതൊന്ന് ഈ സമുദായത്തോട് പറഞ്ഞു കൊടുക്ക്. ഹയ്യും ഖാദിറും ഹാദിറുമായ ജിന്നിനെ വിളിച്ചാൽ മുസ്ലിമായ ജിന്ന് ആകട്ടെ. മുസ്ലിമായ ജിന്നിനൊക്കെ എങ്ങനെയാടാ എനിക്കറിയാ? ജിന്നിനെ കാണുമ്പോ അതിന് തന്നെ ജിന്ന നീ മുസ്ലിമാ? ആ മുസ്ലിമാ. ചെങ്ങായി ഒന്ന് ഉണർന്നത് എങ്ങനെ എനിക്കറിയാം? നിങ്ങളാകെ അടങ്ങാറായി. ഹയ്യും ഖാദിറും ഹാദിറും മുസ്ലിമുമായ ജിന്ന് വിളിച്ചാൽ ശിർക്കാണോ? ശിർക്കാന്ന് പറയാൻ ഉമ്മ പറ്റ ഒരു സക്കരിയാക്കൾ ഈ വല്ലപ്പോഴും ഞങ്ങൾക്കൊന്ന് കാണണം. എല്ലാരും ആ ചോദ്യം പഠിച്ചോളൂ. മുജാഹിദിനെ കണ്ടാ ചോദിക്കണം, ഹയ്യും ഖാദിറും ഹാദിറുമായ ജിന്നിനെ വിളിച്ചാൽ ശിർക്കാണോ? മുജാഹിദേ പറയണം. നിങ്ങൾ ഹാദിറായ ജിന്നിനെ നീ കാണുന്നുണ്ടോ? കണ്ടോ നീ ജിന്നിനെ കണ്ടനാരാ? ബാലുശ്ശേരിയാ ജിന്നി പറഞ്ഞാല്? സക്കരിയ പറയാണ് അത് ശിർക്കല്ല. അതിന് മുമ്പ് പറയാ ശിർക്ക് കുഫ്ർ എന്നൊക്കെ പറഞ്ഞാൽ അല്ല പറഞ്ഞതേ നമുക്ക് പറയാൻ പാടുള്ളൂ. നന്നാകുന്നുണ്ട്. ഇതിന് മുമ്പ് സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ് അത് പാടില്ല, ഹറാമാണ്, എന്നാലും ശിർക്കില്ല കേട്ടോ, അത് മതി മോനെ, പാടില്ല എന്നത് മാറ്റാൻ ഞങ്ങൾ 2 വ്യവസ്ഥയും കൂടി നിർത്തി തരാ. അപ്പോഴേക്ക് അത് അനുവദനീയമാണ് എന്നിടത്തിൽ ഇന്ന് ഞങ്ങൾ സക്കരിയാസരായി പറയട്ടെ. പുഴയിൽ വീണ ഒരാളെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു അള്ളാഹുവേ രക്ഷിക്കണേ എന്നാ പറയേണ്ടത്. അപ്പൊ ഈ അനസ് മുസ്ലിയാരുടെ ഈ പ്രസംഗം കേട്ടിട്ട് ഒരാളൊരു കുസൃതി ചോദ്യം ചോദിച്ചു. മനുഷ്യരാരും കാണുന്നില്ല കരയിൽ. അപ്പൊ എന്റെ ശബ്ദം കേൾക്കുന്ന ഒരു ജിന്നോ ഒരു മലക്കോ ഇവിടെ ഉണ്ടെന്ന് വിചാരത്തിൽ ഒരാൾ ചോദിച്ചാലോ? നമ്മൾ പറഞ്ഞു പാടില്ല, ഹറാമാണ്, നബി പഠിപ്പിച്ചിട്ടില്ല, അത് ശിർക്കിലേക്കുള്ള വസീലയാണ്. ശിർക്കാവോ? പിന്നെയും ചോദിക്കാം. പാടില്ല എന്നുകൊണ്ട് വിടുന്നില്ല, ശിർക്കിലേക്കുള്ള വസീലായിട്ടും വിടുന്നില്ല, പാടുണ്ട്. ഈ പ്രസംഗം കേട്ടിട്ട് ചോദിക്കണം, ഇയാളുടെ ജിയാദി പ്രസംഗം കേട്ട് ജായിസാണ്, തെറ്റല്ല, കുറ്റല്ല. അപ്പൊ നമ്മൾ ഹറാമുണ്ട്, അപ്പൊ ശിർക്കാണോ? ശിർക്കാന്ന് പറയാൻ പറ്റൂല. അയാൾ ഇസ്ലാമെന്ന് പുറത്തു പോണ ശിർക്ക് ചെയ്തു എന്ന് പറയാൻ പറ്റൂല. കണ്ടോ, ശിർക്കാന്ന് പറയണില്ല. അയാൾ മരിച്ച മുശ്രിക്കായി മരിച്ചു എന്നായി പറയണതേ. അത് പറയാൻ പറ്റുമോ? കാരണം അയാളെ മനസ്സിലെന്താ, ഈ കരയിലുള്ള ജിന്നോ മലക്കോ എൻ്റെ ഒച്ച കേൾക്കുന്നുണ്ടെങ്കിൽ അവർ സഹായിക്കട്ടെ എന്നാ. അപ്പൊ പ്രാർത്ഥന അയാളെ മനസ്സിൽ വരുന്നില്ല. അതുകൊണ്ട് ശിർക്കില്ല എന്ന് പറഞ്ഞു, സൂക്ഷ്മമായി പറഞ്ഞതാ. സുഹൃത്തെ, ശിർക്ക് കുഫ്ർ എന്നൊക്കെ പറഞ്ഞ അള്ളാന്റെ ഹുക്കുമാണത്. അത് പറയണമെങ്കിൽ അള്ളാഹുവോ റസൂലോ നസ്സായിട്ട് പറയണം. അല്ലാത്തത് പറഞ്ഞാൽ നമ്മൾ പടച്ചോന്റെ ഹുക്കുമിൽ കൈകടത്തിയവരാകും, കുറ്റക്കാരാകും. വലാ തഖൂലൂ ലിമാ തസിഫു അൽസിനതുകുമുൽ കദിബ ഹാദാ ഹലാലുൻ വഹാദാ ഹറാം. നിങ്ങളുടെ നാവുകൾക്ക് തോന്നുന്നതനുസരിച്ച് ഇത് ഹലാൽ ഇത് ഹറാം എന്ന് നിങ്ങൾ പറയാൻ പാടില്ല. ഈ വർഷത്തെ അവാർഡ് ഇവനാ കൊടുക്കേണ്ടത്. ഈ ആയത്ത് ഹദീസൊക്കെ ഇന്നലെ വന്നതാ മൗലവി. അല്ല പറയണം, നസ്സായിട്ട് പച്ചയായി പറയണം. നിങ്ങളൊരായത്ത് മതി ഔലിയാക്കളെ വിളിക്കൽ ശിർക്കാന്നല്ലീന് ഉസ്താദേ. ഇന്തദൂഹും അവരെ വിളിച്ചാൽ അഥവാ ഔലിയാക്കളെ, അഥവാ എന്നുള്ളത് എന്റെ വകയാണ്, അത് ഞങ്ങൾക്ക് വേണ്ട. ആയത്ത് നേരെയുണ്ടോ കൊണ്ടുവാ, ഹദീസ് ഉണ്ടെങ്കിൽ കൊണ്ടുവാ. ആൺകുട്ടികളുണ്ടെങ്കിൽ ഞങ്ങളെ വെല്ലുവിളി സ്വീകരിക്കുക. എവിടെയുള്ളത്? എല്ലാ മൗലവിമാരും മാറ്റി. ഫൈസൽ മൗലവി നിങ്ങൾക്ക് അറിയില്ലേ? വല്ലപ്പുഴക്കാർക്ക് അറിയാലോ ഫൈസൽ മൗലവിനെ. ഞാൻ പരിചയപ്പെടുത്തി തരണ്ടല്ലോ, വേണ്ട. ഫൈസൽ മൗലവിയെ കൊണ്ടുവാ. ഫൈസൽ മൗലവി എന്താ പറയുന്ന അറിയോ? നെക്സ്റ്റ് എടുത്തോളൂ, ഞാൻ കാണിച്ചു തരാം. അയാളിപ്പോ പറയാ, മക്കളെ നമ്മൾ ജിന്നിന്റെ മുന്നിൽ വണങ്ങിയാലും അത് ശിർക്കല്ല, ജിന്നിനോട് താഴ്മ പ്രകടിപ്പിച്ചാലും ശിർക്കല്ല. ജിന്ന് നമ്മളെ സ്വന്തമാണ് കേട്ടോ, അത് അഭൗതികമാണെന്ന് പറയാൻ പാടില്ല. നമ്മൾ മുജാഹിദീനും തമ്മിലുള്ള തർക്കം എന്താപ്പോ? എവിടെ എത്തി? നമ്മൾ പറയുന്നത് നമ്മളെ നേതാക്കളായ അമ്പിയാക്കളെ ഔലിയാക്കളെ വിളിക്കാൻ, ഈ സക്കരിയാക്കൾ പറയുന്നത് അവരെ നേതാക്കളായ ശൈത്താന്മാരെയും വിളിക്കാന്നാണ്. അവിടെ ഇപ്പൊ വ്യത്യാസമുള്ളൂ, വേറൊരു വ്യത്യാസം എന്ന് നിലവിലില്ല. ഫൈസൽ മൗലവി വ്യക്തമാക്കുന്നത് കൂടി കണ്ടു. അങ്ങേയറ്റത്തെ താഴ്മയും ആകുമ്പോഴേ ശിർക്കാവുന്നു. അപ്പോ നമ്മൾ നിസ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള ഇബാദത്തുകൾ ചെയ്യുമ്പോൾ മറ്റുള്ള ആളുകൾ കാണും എന്ന് വിശ്വസിക്കുമ്പോൾ ചെറിയ ശിർക്ക് വരുന്നുണ്ടല്ലോ. അവിടെ നമ്മൾ ആയത്തിൽ ഖുശൂ വരുന്നില്ലല്ലോ. ഒന്ന് ഇതെന്താ സംഭവം? ഫൈസൽ മൗലവി റൂട്ട് മാറ്റി. അപ്പൊ പ്രവർത്തകർ ചോദ്യം ചെയ്യാൻ, മുജാഹിദികൾ നമ്മളല്ല, ഈ മുഖാമുഖത്തൊന്നും നമുക്ക് പ്രവേശനമില്ല, അവരെന്നെ ചോദ്യം ചെയ്യാണ്. നിങ്ങളെ ശരിയാണോ എന്ന് ചോദിച്ചു കേട്ടോ. പിന്നെ ഭൗതികമായ സഹായിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട്, പിന്നെ ഭൗതികമായ സൃഷ്ടിയാണല്ലോ ജിന്നും മലക്കൊക്കെ, ഭൗതികമായി സഹായിക്കാൻ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു ജിന്നിനോട് സഹായം തേടുമ്പോൾ അത് പിന്നെ ഹറാമാണ് എന്നാണ് ഉസ്താദ് പറഞ്ഞത്. അപ്പോൾ അത് ഹറാമാണ് എന്ന്, ഹറാമും ഹലാലും തീരുമാനിക്കാനുള്ള അവകാശം അള്ളാഹുവിനും അതിൻ്റെ റസൂലിനും മാത്രമാണല്ലോ. അതുകൊണ്ട്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നോ വിശുദ്ധ ഖുർആനിൽ നിന്നോ ജിന്നിനോട് സഹായം ചോദിക്കൽ ഹറാമാണ് എന്നുണ്ടോ? അതുപോലെ പിന്നെ അദ്ദേഹം രണ്ട് കാര്യം. ഒന്ന്, നിസ്കാരത്തില് അങ്ങേ അറ്റത്തെ താഴ്മയും വിനയവുമാണ് ഇബാദത്ത്, അതാണ് നിസ്കാരം. പക്ഷെ അവിടെ റിയാഇനെ കുറിച്ച് വന്നപ്പോൾ ചെറിയ ശിർക്ക് എന്ന് പറഞ്ഞു. അത് യഥാർത്ഥത്തിൽ ഭാഷാപരമായ ശിർക്കാണ് അവിടെ ഉദ്ദേശിക്കപ്പെട്ടത്. ഒന്ന്. മറ്റൊന്ന്, അങ്ങേ അറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങേ അറ്റത്തെ താഴ്മയും വിനയവും, അതാണോ ഇബാദത്ത്? അങ്ങേ അറ്റം എന്ന് പറഞ്ഞാൽ സാധാരണ സുന്നി മുസ്ലിയാക്കന്മാരൊക്കെ പറയും അതിനപ്പുറം ഇനി താകാൻ കഴിയില്ല, അതാണ് അങ്ങേ അറ്റം. അത് ശരിയല്ല. നേരെ മറിച്ച് അങ്ങേ അറ്റത്തെ താഴ്മ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മനോഭാവത്തിലുള്ള താഴ്മ. ആ താഴ്മ എത്ര ചെറിയതാണെങ്കിലും അതെന്താവും? ശിർക്കായി മാറും. എത്ര ചെറിയ താഴ്മയാണെങ്കിലും ആ താഴ്മ ശിർക്കാവും. അല്ലാത്ത താഴ്മ എത്ര അളവ് കൂടിയാലും ശിർക്കാവില്ല. ഒരാൾ ഒരു സിംഹം പിന്നാലെ കൂടി അയാളാകെ പേടിച്ച് ബേജാറായി അറ്റാക്കായി മരിച്ചാലും ആ പേടി സിംഹത്തിനുള്ള ഇബാദത്തല്ല. എന്നാൽ എലിയെ ആരാധിക്കുന്ന മനുഷ്യൻ ആ എലിയെ പേടിച്ചാൽ ആ പേടി എന്താണ്? ഇബാദത്താണ്. അതാണ് ഞങ്ങൾ പറഞ്ഞത്. അപ്പൊ എല്ലാ പേടിയും ആരാധനയല്ല, ആരാധനയാകുന്ന പേടിയാണോ ശിർക്ക്? എന്നിട്ട് പറയാമോ അത് ഭാഷാപരമായ ശിർക്ക്. അപ്പൊ അങ്ങനെ ശിർക്ക് ഉണ്ടില്ലേ? ആണോ? പഠിച്ചു വരുന്നുണ്ട്. ഇനി ഒന്നുകൂടി പറയട്ടെ, ഇത് ഇവിടെ പ്രസംഗിച്ച മൗലവിയാത് ചോദ്യം ചോദിക്കാൻ പോയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ? മൗലവിമാര് വല്ലപ്പുഴക്കാർക്ക് നല്ലോണം ഓർമ്മയുണ്ടോ? ഫൈസൽ മൗലവി. പക്ഷേ ശിർക്ക് വരണമെങ്കിൽ അഭൗതികമായ ഗുണദോഷങ്ങൾ പ്രതീക്ഷിക്കണം. ആ പ്രതീക്ഷ തന്നെ ശിർക്കായി, ചോദ്യവും ശിർക്കായി. ചോദ്യം മാത്രമല്ല, പേടിയും ശിർക്കായി. ആ നിലക്ക് പേടിച്ചാൽ ശിർക്കാവും. ഭൗതികമായി ഉപദ്രവിക്കുകയുള്ളൂ എന്ന് വിചാരിച്ച് ജിന്നിനെ പേടിച്ചാലോ ആ പേടി ശിർക്കല്ല. ശൈത്താനെ പേടിച്ചാലോ ആ പേടി ശിർക്കല്ല. ജിന്നിനെ ബഹുമാനിച്ചാലോ ആ ബഹുമാനം ശിർക്കല്ല. ജിന്നിനെ മുമ്പിൽ ആദരിച്ചാലോ ആ ആദരവ് ശിർക്കല്ല. ജിന്നിനെ മുമ്പിൽ വണങ്ങിയാലോ ആ വണക്കം ശിർക്കല്ല. അതേസമയം ആ വണക്കം നമുക്ക് പാടില്ല, ആദരവ് നമുക്ക് അത്രേ ഉള്ളൂ, പാടില്ല, പക്ഷെ ശിർക്കല്ല. അപ്പോഴാണ് ആ കുട്ടി ചോദിക്കുന്നത്, എന്താ ചോദിക്കുന്നത്? അല്ല മൗലവി, കഴിഞ്ഞ മാസല്ലേ എന്നോട് നിങ്ങള് ശിർക്കാന്ന് പറഞ്ഞത്? കുട്ടിന്റെ സംശയം. അപ്പൊ മൗലവി കഴിഞ്ഞ മാസം അന്ന് തെന്നലയില് പള്ളി എന്താ തർക്കലിടാൻ വന്നപ്പോ നിങ്ങളല്ലേ അന്ന് എല്ലാം ശിർക്കാറിന്. എനിക്ക് ഓർമ്മയില്ലല്ലോ. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല, എനിക്ക് ഓർമ്മയുണ്ട്. അത് ശിർക്കാ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എത്ര കാലായി മൗലവിന്റെ അംശം? 2 മാസം. 2 മാസം ആവില്ല, കാരണം ഞാൻ നിലപാട് മാറ്റിയിട്ട് അതിലേറെ. അപ്പൊ എത്ര? 1 കൊല്ലം. 1 കൊല്ലാണെങ്കിൽ അത്രേ മൂപ്പർക്ക് വിഷയമുള്ളൂ. നിങ്ങൾ അറിയണം, ഇത് ഈ ശിർക്കും കുഫറും ഓരോ കൊല്ലവും മാറ്റാനുള്ളതാണോ? മൗലവിമാര് പെടുന്നത്, നമ്മളല്ല പെടുന്നത്. മുജാഹിദിന്റെ നേതാക്കൾ പ്രവർത്തകരുടെ മുമ്പിൽ കൊടുക്കുന്ന ചോദ്യകർത്താവ് മുജാഹിദാണ്, സുന്നിയല്ല. സുന്നിയേക്കാട് പ്രവേശനം പോലുമില്ല. ഒല അടുക്കളയിൽ നടന്ന മുഖാമുഖാണത്. 11-ാം തീയതി വരുന്നുണ്ട് മുജാഹിദും വാദപ്രതിവാദം. ഞങ്ങളെല്ലാ ആശംസകളും നേരുകയാണ്. ഇൻഷാ അല്ലാഹ് അതിന്റെ വ്യവസ്ഥയുടെ കുറച്ച് ഞാൻ അവിടെ കാണിക്കും. വരട്ടെ, വാക്യങ്ങൾ ശരിയാക്കി തരാ. കേട്ടോളൂ. പ്രവർത്തകൻ മൗലവിനെ ചോദ്യം ചെയ്യുന്നത്. അപ്പൊ എന്നെ പറ്റി നിങ്ങൾ പറഞ്ഞ ആരോപണം ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടില്ല. കേട്ടില്ല. എന്നെ പറ്റി നിങ്ങൾ പറഞ്ഞത് ഞാൻ നിങ്ങളോട് അഭിപ്രായം ചോദിച്ചിട്ടില്ല. ഈ വിഷയം തന്നെ എന്റെ വീട്ടില് തെന്നല പള്ളി എടുക്കാൻ വേണ്ടി സ്ഥലത്തിന് വന്നപ്പോൾ ഞങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിച്ചതാണ് ഇസ്ലാമിൽ വന്നതിനെ കുറിച്ചും ജിന്നുകളോടുള്ള ഇസ്തിഹാനത്തിനെ പറ്റി ചോദിച്ചപ്പോൾ നിങ്ങൾ എന്നോട് പറഞ്ഞതാണ്. അതുപോലെ പലരോടും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ചോദിച്ചപ്പോൾ എന്നോട് നേരിട്ട് പറഞ്ഞതോട് ഞാൻ എനിക്ക് പറയാം, ഏത് തരത്തിലുള്ളതാണെങ്കിലും ഷിർക്കാവും. ഏത് മനുഷ്യരൂപത്തിൽ ജിന്ന് പ്രത്യക്ഷപ്പെട്ടാൽ അവരോട് ചോദിക്കുന്നത് മാത്രമേ ഒരു പരിധിയിൽ പോവുള്ളൂ എന്ന് എന്നോട് പറഞ്ഞു. അതുപോലെ ചികിത്സന്റെ വിഷയം ചോദിച്ചു, നിങ്ങൾ എന്നോട് പറഞ്ഞതാണ്. അത് നിങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് വേറെ തെളിവൊന്നും റെക്കോർഡ് ശ്രമിക്കുന്നില്ല. എനിക്ക് ഓർമ്മയില്ല ഏത് കാലത്തും അറിയില്ല. അപ്പൊ അതാണ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഏകദേശം എത്ര മുമ്പാണ്? ഒരു 2 മാസം മുമ്പ്. 2 മാസം അതെന്തായാലും തെന്നല നിങ്ങൾ പള്ളിയെടുത്ത ഒരു സ്ഥലത്തിന് ഞങ്ങൾ ഒരുമിച്ച് പോയി നോക്കിയല്ലോ. ഞാൻ നിങ്ങളും കൂടി വണ്ടിയിൽ തെന്നല പള്ളി എടുക്കേണ്ട ഒരു സ്ഥലം എന്റെ അമ്മന്റെ സ്ഥലം നോക്കാൻ വേണ്ടി പോയി. നിങ്ങൾ ഒരു കൊല്ലം കഴിഞ്ഞത് 2 മാസം ഒന്നല്ല, ഒരു കൊല്ലം കഴിഞ്ഞു. തെന്നല പള്ളിക്ക് സ്ഥലം നോക്കിയിട്ട് 1 കൊല്ലമായിട്ടില്ല. ആ സ്ഥലല്ലേ പറഞ്ഞത്. ആയിക്കോട്ടെ, വിഷയമില്ല. ബാക്കി ചോദ്യം ചോദിക്കും. അപ്പൊ ഇവിടെ നിങ്ങൾ പറഞ്ഞു ഇനി അതുപോലെ തിരൂരിന്ന് ഇപ്പൊ എന്നോട് ഒരാൾ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു ഈ വിശ്വാസം അബ്ദുറഹ്മാൻ സലഫി പഠിപ്പിക്കണ ഇപ്പൊ ഈ ജിന്നുകൾ അബോധികമാണെന്ന് പറയുന്നതോടുകൂടി ഈ പറയുന്നവരാണ് ശിർക്കിലേക്ക് പോയത് എന്ന് പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞു KJന്റെ സർക്കുലറിൽ കുഴപ്പമില്ല, അതുകൊണ്ട് ഇനി വരുന്നവർ
ചോദിക്കാൻ വരുന്നവരോടെങ്കിലും ഈ KJയുടെ സർക്കുലറിൽ വരുന്നില്ല. KJ സിഹ്ർ വലിക്കും, അല്ലെങ്കിൽ ഇവിടെ മുജാഹിദുകൾ സിഹ്ർ വലിക്കും, ഷെയ്ത്താൻ ഉപദ്രവിക്കും എന്ന് വിശ്വസിക്കുന്നത് അള്ളയും റസൂലും പഠിപ്പിച്ച രണ്ടാമത്തെ കാര്യകാരണ ബന്ധം കൊണ്ടാണ്. ജിന്നുകൾ ഭൗതിക ജീവികളായതുകൊണ്ടല്ല. പിന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു എന്ത്, ഇവിടെ ഞാൻ ചോദിച്ചു, നമ്മൾ ചോദിച്ച് സഹായിക്കാൻ കഴിയുന്ന ജീവികളാണെന്ന് ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ തെളിയിക്കാൻ പറ്റില്ല. നമ്മൾ ചോദിച്ചാൽ സഹായിക്കാൻ കഴിയുന്നതാണ്. അപ്പൊ ഇനി പറയുന്നത്, നമ്മളൊരു ബുദ്ധിമുട്ടിൽ എത്തിപ്പെടുമ്പോൾ അവിടെ നമ്മളൊരു ജിന്നിനോട് സഹായം തേടിയാൽ ശിർക്കാവില്ല എന്ന് പറയുകയാണെങ്കിൽ സൂറത്ത് നംലിൽ 63 മുതൽ 65 വരെയുള്ള ആയത്തിനെതിരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം അമ്മ യുജീബുൽ മുൽത്തറു ഇദാ ദഹാഉ, അള്ളാഹുവിനോട് ഒരു മുൽത്തറിന്റെ സഹായം തേടിയാൽ സഹായിക്കാൻ അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അവസാനം ചോദിക്കണം, ആ ഇലാഹും അല്ലാന്നാണ്, അള്ളാഹ്ക്ക് പുറമെ വേറെ ഇലാഹുകൾ ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോ പണ്ട് ഞങ്ങളോട് ചോദിച്ച ചോദ്യാ, അപ്പൊ കുട്ടികൾ മൗലവിമാരോട് ചോദിക്കുക. അതാ പറഞ്ഞത്, ഇത് വലിയ മാറ്റമാ സംഭവിച്ചത്. ഇനി നിങ്ങളെ പിടൂല നിങ്ങളെ പ്രവർത്തകർ. അത് മാത്രല്ല, ഞാൻ പറഞ്ഞ നിങ്ങളോട് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇതുപോലൊരു മുഖാമുഖം, ഇതുപോലെ വീട് നൽകണ മുഖാമുഖമല്ല, ഓപ്പൺ മുഖാമുഖത്തില് ഞങ്ങൾ ചെന്നപ്പോ 4-5 കയറി വന്ന് സാസിലി, അതിന്റെ CD ഇവിടെ ഉണ്ടല്ലോ അല്ലേ, ആ കുന്നുകരം. അപ്പൊ ഇവര് പറഞ്ഞു, നിങ്ങൾ കായക്കൊടി ടീമിനോടല്ലേ സംവാദം നടത്തിയത്, ഞങ്ങളെ ടീമിനോടുണ്ടോ? ഈ സക്കരിയാക്കളോട് നമ്മൾ പറഞ്ഞ റെഡി. അങ്ങനെ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾക്ക് കിട്ടിയവരെ CD ആണെന്ന് പ്രകാശനം ചെയ്തത്. വാദപ്രതിവാദം ഞങ്ങൾക്കൊരു ചുക്കുമല്ല എന്ന് സക്കരിയാക്കളെ, നിങ്ങൾ ആ CD ഒന്ന് കണ്ടാൽ എനിക്ക് മനസ്സിലാവും. ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞത് എന്താ അറിയൂ, മൗലവിമാരെ കുറെ എണ്ണുണ്ട്, ലബ്ബാദാരിയുണ്ട്, അങ്ങനെയുള്ള സർവ്വസാധനം ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട്, സക്കരിയ ടീമാ പുറത്താക്കിയതാണ് എല്ലാത്തിനും. അപ്പൊ നമ്മൾ പറഞ്ഞു, അല്ല എന്തിനു വന്നാ നിങ്ങളും ഞങ്ങളും ഒരു സ്റ്റെപ്പ് വ്യത്യാസമേ ഉള്ളൂ, ഇങ്ങോട്ട് പോരി, വെറുതെ അവിടെ ഇരിക്കണ്ട. കാരണം കണ്ണിൽ കാണാത്തവരോട് തേടാൻ ഇപ്പങ്ങളും പറഞ്ഞില്ലേ പണ്ടുങ്ങളെ. അബ്ദുല്ലക്കുസലമില്ലേ ആമയൂരി, അയാളെ പുസ്തകത്തിലാണ് എഴുതിയത്, എങ്ങനെ സഹായം കിട്ടുമെന്ന് അറിയാതെയുള്ള സഹായം അള്ളാഹുവിൽ നിന്നല്ലാതെ പാടില്ല. അതൊന്നെടുക്കി നമ്മൾ ആ പുതിയ വ്യവസ്ഥയുടെ ഒരു ഭാഗം, അത് നമ്മൾ അവരെ മുമ്പിൽ പോയി വായിച്ചു കൊടുത്തിട്ട് ചോദിച്ചു, എന്ത് തൗഹീദാണോ നിങ്ങൾക്കുള്ളത്? നിങ്ങളെ തൗഹീദ് മാറിയിട്ടില്ലെന്ന് പറയാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? ചോദിച്ചു. മൗലൂദിലെ തൗഹീദൊക്കെ പിന്നെയാണ്, അവരെ തൗഹീദ് തന്നെ വെള്ളത്തിലാണ്, മൗലവിമാരും വെള്ളത്തിലാണ്. നിങ്ങളൊന്ന് കണ്ടോളൂ ഇന്നലത്തെ വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ഭാഗം. അബ്ദുൽ ഹക്ക് സുല്ലമി അയാൾ എഴുതുകയാണ്, അവിടെ മുതലാണ്. നിങ്ങളിൽ നേതാവാണല്ലോ, ആണല്ലോ, ഉറപ്പാണ്. നിങ്ങളെ പല പ്രസംഗത്തിലും ഉദ്ഘാടനം ചെയ്ത ആളാണല്ലോ. ലാസ്റ്റ് പുറത്താക്കപ്പെട്ട ഹുസൈൻ സലഫിന്റെ ഗുരുനാഥനുമാണല്ലോ. ആയിരിക്കട്ടെ, പുറത്താക്കലാണല്ലോ പണി. അതവിടെ ബാലുശ്ശേരി പറഞ്ഞതിൽ മൊത്തം പിരിച്ചുവിട്ട് അത്രയും നല്ലതാണ്. അപ്പൊ എന്താ പറയുന്നത് കേട്ടോ, അയാൾ സഹായിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതെങ്ങനെയാണെന്ന് നമുക്കറിയുകയില്ല. ഈ സഹായം തരുമെന്ന് വിശ്വസിക്കുന്നവർ ചിലപ്പോൾ മരണപ്പെട്ടവരോ ജീവിച്ചിരിക്കുന്നവരോ ആകാം, പ്രവാചകന്മാരോ സ്വാലിഹുകളോ മലക്കുകളോ ജിന്നോ ആരുമാകാം. ഈ അവസ്ഥയിൽ സഹായം തേടുന്ന ഒരു ശിർക്കാണ്. എന്തെങ്കില് അബ്ദുൽ സുല്ലമി അല്ലാഹു എന്ന പുസ്തകത്തിന്റെ 289 പേജ്, അൽമനാറിൽ വന്ന ലേഖനം പുസ്തകാക്കിയതാ. എന്താണ് അതിൽ പഠിപ്പിച്ചതെന്നറിയോ? എങ്ങനെ സഹായം കിട്ടും എന്നറിയാതെയുള്ള സഹായം ശിർക്കാണ്. അപ്പൊ നമ്മൾ ജിന്നെ അല്ലെങ്കിൽ മലക്ക് എന്നെ സഹായിക്കുക എന്ന് പറയുമ്പോൾ മലക്ക് നമ്മളെങ്ങനെ സഹായിക്കും നമുക്ക് അറിയുന്നുണ്ടോ? ഇല്ല. അപ്പൊ അത് ശിർക്കാണ് എന്നായിരുന്നു നിങ്ങളുടെ അബ്ദുൽ ഹക്ക് സുല്ലമി അടക്കം ഇന്ന് വരെ വാദിച്ചത്. ഇന്ന് നിങ്ങളത് ശിർക്കല്ല എന്ന് പറഞ്ഞതോടെ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി കൊണ്ടുവന്ന ചുറ്റുകൊട്ടാരം പൊളിഞ്ഞ് പോലീസായി. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് തൗഹീദ് എന്ന് പറയാൻ നിങ്ങൾക്ക് അധികാരമില്ല. കായ്ക്കൊടിയോട് ഞങ്ങൾ അധികാരമില്ല എന്ന് പറഞ്ഞു. അയാൾ മാന്യമായി മറ്റുള്ളവരൊക്കെ മുസ്ലിക്കാക്കി അയാൾ പോയി. അതാ പറഞ്ഞത്. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, തൗഹീദിൽ മാറ്റം വരും. തൗഹീദ് 2012, 2013 തൗഹീദ. നിങ്ങൾ അബ്ദുൽ ഹക്ക് സുല്ലമി പറയാ എങ്ങനെ സഹായം എന്നറിയാതെയുള്ള സഹായം ശിർക്കാണ്. ജിന്നിന്റെ സഹായം എങ്ങനെ നിങ്ങൾക്ക് അറിയോ? യാ ഇബാദല്ലാഹ് എന്ന് വിളിച്ചാൽ ജിന്നെങ്ങനെ സഹായിക്കാൻ നിങ്ങൾക്ക് അറിയോ? അറിയൂല എന്നാണ് മറുപടി. എങ്കിൽ അറിയുകയാണെങ്കിൽ പറയാ അറിയും. അപ്പൊ ഞങ്ങൾക്കൊന്ന് അറിയേണ്ടതുണ്ട്. പിന്നെ അറിയൂല എന്നാണെങ്കിൽ നിങ്ങളെ പഴയ തൗഹീദ് അനുസരിച്ച് അതാ ചോദിച്ചേ. ധൈര്യമുണ്ടെങ്കിൽ എഴുതരുത്. ഞങ്ങളെ ഈ ഇബാദത്തിന്റെ ഖണ്ഡനം ആൺകുട്ടികളെ പോലെ ഞങ്ങൾ എഴുതി. ശരിക്ക് കേട്ടോ, യാ ഇബാദല്ലാഹി എന്ന ഹദീസിന്റെ ആശയത്തിൽ ശിർക്കില്ല എന്നതിന് സക്കരിയാക്കൾ പറഞ്ഞ 2 കാരണപ്രകാരം മുജാഹിദുകൾ ഇന്നേ വരെ വെച്ചു പുലർത്തിയ തൗഹീദ് പൊളിയുന്നു. ഇത്ര എണ്ണം ഉണ്ടായിട്ടൊന്നും എഴുതാൻ നേരണ്ടോ? പൊളിഞ്ഞിട്ടില്ല. അതാ ഞങ്ങളെ ചോദ്യം. കണ്ടോ നിങ്ങള് മുന്നിൽ വെച്ച് കഴിഞ്ഞ ആഴ്ച നടന്നതാ. ഒന്നുകൂടി കാണിച്ചു. ഈ 2ാമത്തെ ബുക്ക് നമ്മൾ എടുത്തു.
അബ്ദുല്ല കുസല്ലമിന്റെ ബുക്ക് കൊടുത്തു, ഇസ്ലാം കൊടുത്തു, രണ്ടും വൈരുദ്ധ്യ, രണ്ടും ചൂണ്ടിക്കാണിച്ചു. റബ്ബനോട് നമ്മൾ പറഞ്ഞു, റബ്ബാദാരി മിണ്ടാ തലയെ കെട്ടിയിട്ടിരിക്കണേ, സാധു അവിടെ ഇരിക്കണം, ഇങ്ങോട്ട് പോരി, ഇവിടെ സ്ഥലമുണ്ട്, ഇങ്ങോട്ട് എന്തിനാക്കി അടങ്ങാറാകണ്, അത് കണ്ടോളും. എന്നിട്ട് ഞമ്മക്കാണത്ര സംവാദത്തിൽ പേടിയെ ഇവരായിട്ട് നിങ്ങളെ എത്ര വലിയ ജംഇയ്യത്തുൽ ഉലമ വന്നാലും ഞങ്ങളെ SPS മതി നിങ്ങളോട് വാദപ്രതിവാദം നടത്താൻ. ഞങ്ങൾ വലുതായിട്ടല്ല, ഞങ്ങൾ 0 പോയിന്റിലായതുകൊണ്ടാണ്. ഞങ്ങൾക്ക് എന്ത് സംവാദം? ഞങ്ങളെ സംവാദം പഠിപ്പിച്ചത് ഖമറുൽ ഉലമയാണെന്ന ബോധം നിങ്ങൾക്ക് വേണം. ആ പോയിന്റ് മറന്നു പോകണ്ട. എന്താ പറഞ്ഞാലോ, പഠിച്ചോളൂ. അബ്ദുല്ല കുസല്ലമി പറഞ്ഞത് എങ്ങനെ സഹായിക്കുമെന്നറിയാതെയുള്ള സഹായം ശിർക്ക്. നിങ്ങളുടെ ഇസ്ലാഹിൽ പറഞ്ഞത് ജബ്ബാർ മൗലവി പറയുകയാണ്, കേട്ടോളൂ, മറഞ്ഞപടി എന്നാൽ നമുക്ക് കാണാൻ കഴിയാത്തത്, എങ്ങനെയാണെന്ന് നമുക്കറിയാത്തത് തുടങ്ങിയവയാണെന്ന് ഈ ലേഖകൻ മനസ്സിലാക്കിയിട്ടില്ല. അപ്പോ നിങ്ങളുടെ അബ്ദുല്ല കുസല്ലമി പറയുന്നു എങ്ങനെയാണെന്ന് അറിയാതെയുള്ള സഹായം ശിർക്കാണ്. ജബ്ബാർ പറയുന്നു, ജബ്ബാർ മൗലവി പറയുന്നു, ഇസ്ലാഹ് മാസിക ജൂൺ 2009 അങ്ങനെയാണെന്ന് എനിക്ക് വാദമില്ല. രണ്ടും നിങ്ങളെ ഗ്രൂപ്പിന്റെ നേതാക്കളാണ്. ചോദിക്കട്ടെ, നിങ്ങളെ തൗഹീദ് തന്നെ തീരുമാനമായിട്ടില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ഞങ്ങളെ തൗഹീദ് പഠിപ്പിക്കും? അവിടെയാ വിഷയം. എങ്ങനെയാ വിഷയം? നിങ്ങളെ തൗഹീദ് പാളീസായി. കാരണം ജിന്നെ രക്ഷിക്കണേ, പുഴയിൽ വീണ് മൗലവി വിളിച്ചു പറയുകയാണ്. സർക്കാർ നേരിടണമെങ്കിൽ ധൈര്യണ്ടോ? ഹയ്യും ഖാദിറും ഹാദിറുമായ ഒരു ജിന്നിനെ വിളിച്ചു, ജിന്നേ, ശൈത്താനെ, ഇഫ്രീത്തെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ശിർക്കാന്ന് പറയാൻ ധൈര്യമുള്ള ഒറ്റ കുട്ടികളുണ്ടോ? വെല്ലുവിളിക്കുന്നു. എന്തിനാണോ നിങ്ങളെ പറ്റിയത്? ഞങ്ങളെ ചോദ്യ, പുഴയിൽ വീണ മൗലവി ഹയ്യും ഖാദിറും ഹാദിറുമായ ഇഫ്രീത്തിനെ വിളിച്ച ശിർക്കാണല്ലേ? ഇത് പറയാണ്ട് നിങ്ങളെ തൗഹീദ് പൊടിഞ്ഞ് പാരീസായില്ലേ? നിങ്ങൾക്ക് എന്ത് അവകാശം? ബാധാരി ടെൻഷനാവണ്ട, ഇങ്ങോട്ട് പോരി, ഇവിടെ സ്ഥലമുണ്ട്. എന്തിനാ നിങ്ങളെ ചാട്ടം സാറാ വാറ്റുപോയി നിങ്ങട്ട് ചാടി, എവിടെ നിങ്ങട്ട് ചാടിക്കോളൂ. നിങ്ങളെ തൗഹീദ് ഉണ്ടല്ലോ, നിങ്ങളാ ലൈഫും പറഞ്ഞു വന്നാൽ നിങ്ങൾ വിടും, മനസ്സിലായിക്കോളൂ. നീ ആ സമയം വേദനാണ്ട, സമയം തീർന്നേക്ക് കിട്ടൂ. ഞാൻ പറയുന്ന ഓരോ സെക്കൻഡ് ഞങ്ങൾ എഴുതി നിങ്ങളെ വാദത്തിന് ഖണ്ഡനം, ഞങ്ങളെ വാദത്തിന് ഖണ്ഡനം എഴുതാൻ ധൈര്യമുള്ള പൊളിഞ്ഞിട്ടില്ലാന്ന് എഴുതണോ? ധൈര്യം ഉണ്ടെങ്കിൽ ആൺകുട്ടികളാണെങ്കിൽ പൊളിഞ്ഞെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്ത് അധികാരമുള്ളത്? ആളുള്ള പോസ്റ്റിലാ ഗോളടിച്ച്, മനസ്സിലായോ? ആളില്ലാത്ത പോസ്റ്റ് അല്ലത്, 8-10 മുന്നിലുണ്ടായിരുന്നു. എന്നിട്ടാണോ നിങ്ങൾ കൊണ്ടുപോവാ നിങ്ങളെ മൗലവിമാരെ, ഞങ്ങൾ പഠിപ്പിച്ചു തരാം എന്താ വ്യവസ്ഥ. മാത്രമല്ല, നിങ്ങൾ ആലോചിച്ചോ, സക്കരിയ സലാഹി എന്നെ പറഞ്ഞില്ലപ്പോ എന്താ പറഞ്ഞേ? മൗലവിമാരെ നമ്മളെ ഷഹാദത്ത് കലിമ മാറ്റി ചെല്ലാനായിരുന്നു. സക്കരിയ സലാഹിക്ക് എന്ന അഭിപ്രായമുണ്ട്. ഏത് ഷഹാദത്ത് കലിമ മാറ്റണം? എപ്പോഴാ പറഞ്ഞറിയോ? ഇപ്പൊ കഴിഞ്ഞ ഒരു വർഷം എല്ലാ മൗലവിമാരും തൗബോണ്ട് തൗബ, സമ്മേളനങ്ങളിലൊക്കെ തൗബ കുംഭസാരം. ഒരു മൗലവി വന്നിട്ട് പറയാ, ഞങ്ങൾ ഇത്ര കാലം പറഞ്ഞ തൗഹീദ് പേച്ചിരിക്കുന്നു. അപ്പൊ എല്ലാവരും ഇങ്ങനെ പറയാ, ഞങ്ങൾ പറഞ്ഞ തൗഹീദ് മാറ്റിയിരിക്കുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു, ചങ്ങായി ഇതിന് തൗബല്ല ചെയ്യാ, ഇത് ഷഹാദത്ത് തന്നെ മാറ്റി ചെല്ലണം. അപ്പൊ സക്കരിയ പറഞ്ഞു, ശരിയാട്ടോ, സത്യം പറഞ്ഞാൽ നമ്മളെ ഷഹാദത്ത് കലിമന്നെ മാറ്റി ചെല്ലിനോടത്തങ്ങലുണ്ട്. ഞങ്ങളെ മങ്കൂസ് മൗലിദും ഷറഫലനും ജാല മുഹമ്മദൊക്കെ കുറ്റം പറഞ്ഞ് നടന്നില്ലേ? കിട്ടുന്നുണ്ട് നല്ല ശിക്ഷ നിങ്ങൾക്ക്, സകലെണ്ണത്തിനും. നിങ്ങളൊരു പ്രമാണവും വരൂല, നിങ്ങൾക്കും പ്രമാണമില്ല, നിങ്ങൾക്കും അഡ്രസ് ഇല്ല. ഇൻഷാ അല്ലാഹ് നിങ്ങളെ പ്രസ്ഥാനത്തിന് കരുത്തുണ്ടെങ്കിൽ കൊണ്ടുപോവാ നിങ്ങളെ പ്രമാണം. ഞങ്ങളെ പ്രമാണങ്ങൾ റെഡി, കൊണ്ടുപോവാ. വീടല്ല നിങ്ങൾക്ക് എല്ലാം തരാം, ധൈര്യമുണ്ടെങ്കിൽ വാ. സക്കരിയ പറയുന്ന കൂടി കേട്ടോളൂ നിങ്ങൾ. അപ്പൊ മുജാഹിദുകൾ എല്ലാ പണ്ഡിതന്മാരും കൂടിയിട്ട് കോഴിക്കോട് സമ്മേളനത്തിൽ ഒരു കുംഭസാര സെഷൻ തന്നെ വെച്ചളയാം. മോലാളി ഇങ്ങനെ ഓയിച്ചു കൊടുക്കുക, ഞങ്ങളെല്ലാം ആ പറഞ്ഞത് അയേ നൂനി. എന്തൊരവസ്ഥയെന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ കുംഭധരിക്കുന്ന ഏർപ്പാടത് എവിടേക്കാങ്ങൾ ഈ പ്രസ്ഥാനത്ത് കൊണ്ടുപോകുന്നത്? എന്നിട്ട് ഞങ്ങളെ പേരിൽ ശിർക്ക് ആരോപിച്ച് പാവപ്പെട്ട മുജാഹിദ് പ്രവർത്തകരെ തെറ്റിദ്ധരിപ്പിച്ച് നിർത്തിക്ക. സക്കരിയ സലാഹിന്റെ ഒക്കെ കുറച്ച് ശിർക്ക് ഉള്ള തന്നെ കേട്ടാ. സലഫിന്റെ